يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين إن الله تعالى فتح بابا قبل المغرب عرضه 70 عاما للتوبة لا يغلق حتى تطلع الشمس منه صدق شفيعنا رسول الله صلى الله عليه وسلم يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر ما لي سوى مدحي وحبي من ذخر فهما الذخيرة لي ونعم المدخر بهما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹിതന്മാരെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ വിഷയം ഇന്ന് അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് 3-4 കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാകത്തക്ക വിധം പറയാനുള്ളത് കൊണ്ടും നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അന്ത്യ ദിനം അടുക്കുന്നതിന് മുമ്പായി തൊട്ടടുത്തായി സംഭവിക്കാനിരിക്കുന്ന വലിയ അടയാളങ്ങളിൽ കുറച്ചെണ്ണം നാം പറഞ്ഞു. അതിൽ കഴിഞ്ഞ ദിവസം നാം പറഞ്ഞത് ദാബത്തുൽ അർളിനെ സംബന്ധിച്ചായിരുന്നു. അടയാളങ്ങളിൽ നമ്മെ ശരിക്കും അനുഭവിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും കൂടുതൽ നമ്മോട് ഇണങ്ങിച്ചേരുന്നതുമായ അടയാളങ്ങൾ നേരത്തെ നാം എണ്ണിപ്പറഞ്ഞു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവും ദജ്ജാലിന്റെ പുറപ്പാടും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനവും യഅ്ജൂജ്
മഅജൂജിന്റെ വരവും എല്ലാം നമ്മളോട് ശരിക്ക് ഓരോരുത്തരെയും സ്പർശിക്കുന്ന, എല്ലാവരും അനുഭവിക്കുന്ന തരത്തിലുള്ള അടയാളങ്ങളാണ്. അതുപോലെ നമ്മോട് ഇണങ്ങിച്ചേരുന്നതല്ലെങ്കിലും പല ഭാഗങ്ങളിലായി വെളിവാകുന്നതും എല്ലാവർക്കും ബോധ്യപ്പെടുന്നതുമായ ചില അടയാളങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഇന്നലെ നാം പറഞ്ഞ ദാബത്തുൽ അർദിന്റെ വിശേഷങ്ങൾ. ഇനി അതിൽ പറയാൻ ബാക്കി വെച്ച അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന 3 ഖസ്ഫുകൾ, അൽ ഖുസൂഫാത്തു സലാസ. 3 ഭൂമിയിൽ കൂടുതൽ പ്രകമ്പനം സൃഷ്ടിക്കുന്ന, ഭൂമി വിഴുങ്ങ എന്ന് പറയുന്ന 3 സംഭവങ്ങൾ 3 സ്ഥലങ്ങളിലായി നടക്കാനുണ്ട്. പണ്ഡിതന്മാരിൽ ചിലര് പറയുന്നു അത് നടന്നു കഴിഞ്ഞു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടെങ്കിലും ഈ ഹദീസിൽ 10 എണ്ണി പറഞ്ഞ ഹദീസിൽ പറഞ്ഞ 3 ഖസ്ഫുകൾ, ഭൂമി വിഴുങ്ങ, നിന്നിടത്തുനിന്ന് ഒരു മനുഷ്യൻ താഴോട്ട്, എത്ര അവനെ മാന്തി നോക്കിയാലും കിട്ടാത്ത വിധം താഴോട്ട്. എങ്ങോട്ടാ പോയി? അള്ളാഹു തീരുമാനിച്ചൊരു ഭാഗത്തേക്ക് പോയി. അപ്പൊ അങ്ങനെ ഒരു പോക്കുണ്ടോ? ഉണ്ട്. പണ്ട് ഭൂമി വിഴുങ്ങിയ ഒരാളാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഖാറൂൻ. അള്ളാഹു പറയുന്നുണ്ട് ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അവനെയും അവന്റെ ഭവനത്തെയും നമ്മൾ ഭൂമിയിലാഴ്ത്തി. ഇപ്പൊ എന്താ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് താഴ്ന്നുകൊണ്ടിരിക്കാന്ന ഹദീസിലുള്ളത്. അപ്പൊ എത്ര അതിനൊരു പരിധി നമുക്ക് നിശ്ചയിക്കാൻ കഴിയൂല. ഖിയാമത്ത് നാൾ വരെ താന്നുകൊണ്ടിരിക്കാന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ഖാറൂൻ അങ്ങനെ പോവാണ്. ഭൂമി അങ്ങനെ വിഴുങ്ങിയാൽ പുറം ഭാഗത്ത് അതിന്റെ ശല്യങ്ങളും വിഷമങ്ങളൊക്കെ ധാരാളം നടക്കും. 3 ഖസ്ഫ്. ഖസ്ഫും ബിൽ മശ്രിഖ്. 1 കിഴക്ക് ഭാഗത്ത് ഒരു ഭൂമി വിഴുങ്ങൽ. എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവും അതുപോലെ ദജ്ജാലും യജൂജും മൗജൂജും ഒക്കെ എല്ലാ ഭാഗത്തും. ഇതങ്ങനല്ല. ഇത് 1 പക്ഷെ വളരെ ശ്രദ്ധേയമാണ്. 1 മശ്രിഖിലാണ്. അത് ലോകത്തെല്ലാ ഭാഗത്തും അറിയും അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതൊരു സാധാ വിഴുങ്ങലല്ല. ഭൂമി വിഴുങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അതിനു മുമ്പ് ചെറുത് ധാരാളം ഉണ്ടാകും. ഹദീസിൽ വേറെയും ഭൂമി വിഴുങ്ങുന്ന സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്റെ ഉമ്മത്ത് 15 കാര്യങ്ങൾ എന്റെ ഉമ്മത്ത് അനുവർത്തിച്ചാൽ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണി പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കൽ. ഇദത്തുഖിദൽ ഫൈഉ ദിവല വൽ അമാനത്തു മഗ്നമ വസ്സകാത്തു മഗ്റമ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ. അതിന്റെ അവസാനവും പറയുന്നുണ്ട് ഇങ്ങനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഖസ്ഫൻ വ മസ്ഖൻ, ഭൂമി വിഴുങ്ങുന്നതും കോലം മറിയുന്നതും. ഒരു മനുഷ്യൻ കോലം മറിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു ജീവിയാകാം, അല്ലെങ്കിൽ ഒരു കല്ലായി മാറും. ചില റിപ്പോർട്ടുകളിലൊക്കെ തഫ്സീറുകളിൽ കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട ലൂത്ത് അലൈഹി സ്വലാമിന്റെ ഭാര്യ കല്ലായി മറിഞ്ഞു എന്നൊരു സംഭവം. ലൂത്ത് നബിന്റെ ഭാര്യ ലൂത്ത് നബിന്റെ പ്രതികൂലികളുടെ ഒപ്പമായിരുന്നു, വിശ്വസിച്ച ആളുകാരുടെ കൂട്ടത്തിലല്ല. ലൂത്ത് നബി അലൈഹി സ്വലാമിനെ എതിർക്കുന്ന, ചീത്ത പറയുന്ന, അനാവശ്യങ്ങളിൽ അഭിരമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആയിരുന്നു ഭാര്യന്റെ സപ്പോർട്ട്. അവർക്ക് ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് സ്വകാര്യങ്ങളൊക്കെ ഓരോട് പങ്കുവെച്ച് എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടില് വല്ല സ്വകാര്യം ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുന്ന അർത്ഥം. അല്ലാതെ ശാരീരികമായിട്ടുള്ള അനാവശ്യം ജിന എന്ന അർത്ഥത്തിലല്ല. അതൊരു നബിന്റെ ഭാര്യ ലോകത്ത് അങ്ങനെ സംഭവിക്കൂല. അത് നബിമാരെ ശരീരത്തോട് അല്ലാഹു തആല ഒരു നിലക്കും അങ്ങനെ ചേർക്കൂല.
എന്നാ ഫിത്തിന, കാപട്യത്തിന്റെ സ്വഭാവങ്ങൾ അപ്പുറത്തേക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പെണ്ണും ഫകാനത്ത് മിനൽ ഗാബിരീൻ, ശിക്ഷയിൽ അവശേഷിച്ച വിഭാഗത്തിൽ ആ പെണ്ണും പെട്ടിരുന്നു. അതിൽ ചില റിപ്പോർട്ടുകളിൽ, തഫ്സീറുകളിൽ കാണാം ആ പെണ്ണ് ഒരു കല്ലായി ഇങ്ങനെ മാറിയിരുന്നു. ആ പെണ്ണ് നിന്നിരുന്ന സ്ഥലം ഭൂമി ഇങ്ങനെ അള്ളാഹുത്തല പിടിച്ച് മറിച്ചതാണ്. പിന്നെ നോക്കുമ്പോ അവിടെ ഒരു കല്ലാണത്. അപ്പൊ മനുഷ്യന്റെ കോലം അങ്ങോട്ട് മാറുക. മനുഷ്യന് പിന്നെ പോയി നോക്കുമ്പോൾ ആളെ കാണുന്നത് ഖിൻസീർ ആയിട്ടാണ്, പന്നി അല്ലെങ്കിൽ കുരങ്ങനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട്. ഇത് പൂർവികരിൽ അള്ളാഹുത്തല ധാരാളം ഈ ശിക്ഷ നൽകിയിട്ടുണ്ട്. അത് ഈ ഉമ്മത്തിന്റെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അപ്പൊ ഒരു ഭൂമി വിഴുങ്ങൽ മശ്രിഖില്, മറ്റൊന്ന് മഗ്രിബില്, പാശ്ചാത്യൻ പടിഞ്ഞാറ് ഭാഗത്ത്, മൂന്നാമത്തെ ഒന്ന് ജസീറത്തുൽ അറബിൽ. ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ GCCയിലെ കുറെ ഭാഗങ്ങളൊക്കെ പെട്ട് എന്ന് പറഞ്ഞാൽ ജസീറത്തുൽ അറബിൽ പെട്ടതാണ് സൗദിയൊക്കെ. ഈ ജസീറത്തുൽ അറബിൽ സംഭവിക്കുന്ന വിഷയത്തെ പറ്റി ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഹദീസിൽ കഅബയോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഒരു സൈന്യത്തെ പറ്റി പറയുന്നുണ്ട്. യഗ്സു ജയ്ഷുൻ അൽ കഅബ, അതായിരിക്കുമെന്നാണ് കുറെ ആൾക്കാർ അഭിപ്രായം. കഅബയോട് യുദ്ധം ചെയ്യാൻ ഒരു സൈന്യം വരും. അങ്ങനെ ബൈദായിലെത്തുമ്പോൾ, ബൈദ എന്ന് പറഞ്ഞാൽ ഇന്ന് ഹാജിമാരൊക്കെ പോകുന്ന റൂട്ടിൽ ഒരു സ്ഥലമാണ് ബൈദാ. ബൈദായിലെത്തുമ്പോൾ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരിൽ ആ ഭാഗത്തുള്ള മുഴുവൻ ആൾക്കാരെ, വന്നവരെയും പരിസരത്തുള്ളവരെയും എല്ലാവരെയും ഭൂമി അങ്ങോട്ട് വീഴുന്നു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നബിയെ, എല്ലാവരെയും ഭൂമി വിഴുങ്ങുമ്പോ ഈ വന്ന ആൾക്കാരോട് സപ്പോർട്ട് ചെയ്യാത്ത, അവരെന്ത് വിഷയമായിട്ടാണ് വന്നത് എന്ന് അറിയാത്ത കുറെ ആളുകളും അതിൽ പെട്ടുപോകൂലേ? അവിടെ കുറെ മാർക്കറ്റുകൾ, അങ്ങാടികളൊക്കെ അല്ലേ, ആ അങ്ങാടികൾ ആൾക്കാരും അതിൽ പെട്ടുപോകൂലേ? അപ്പോഴും തങ്ങൾ പറഞ്ഞു യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, സംഭവം നടക്കുമ്പോൾ എല്ലാവരും പെടും. അതങ്ങനെയാണല്ലോ. അല്ലാഹു തആലാന്റെ തിയറി തന്നെ അങ്ങനെയാണ്. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്. ഒരു ഫിത്ന വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ അക്രമികൾക്ക് മാത്രം അല്ല അത് ബാധിക്കുക. പിന്നെ ആ അക്രമികളോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ അക്രമം നടക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാർ, അവരെയും ബാധിക്കും. പിന്നെ എങ്ങനെ അല്ലാഹു തആല അവരെ മാറ്റും? സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, പിന്നെ ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, അന്ന് ഈ വിഷയമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെ വേറെ രൂപത്തിലും ബന്ധമുള്ള ആളെ വേറെ രൂപത്തിലും ആയിരിക്കും അല്ലാഹു തആല എഴുന്നേൽപ്പിക്കുക. അപ്പൊ കുടുങ്ങുമ്പോ എല്ലാവർക്കും കുടുങ്ങും. അങ്ങനെ ഒരു സൈന്യം വരുമെന്ന് ഹദീസിലുണ്ട്. അത് കഴിഞ്ഞതല്ല, വരാനിരിക്കുന്നതാണ്. കഅബയോട് യുദ്ധം ചെയ്യാൻ വരുന്നൊരു സൈന്യം. ചില പണ്ഡിതന്മാര് പറയുന്നു, നേരത്തെ നമ്മളൊരു സുഫിയാനിന്റെ കഥ പറഞ്ഞിരുന്നു. മഹ്ദി ഇമാമിനോട് ഏറ്റുമുട്ടിയ സുഫിയാനി. അത് വിശദീകരിക്കാൻ കഴിയൂല, ഒന്നാം ദിവസം പറഞ്ഞാണ്. ആ സുഫിയാനിയെയും സൈന്യത്തെയും ഭൂമി വിഴുങ്ങുന്നു എന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തി ചില പണ്ഡിതന്മാര് പറയുന്നു ആ ഹസ്ഫ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ആ 10 അടയാളങ്ങളിൽ 3 എണ്ണാണ് 3 ഭാഗത്ത് ഭൂമി വിഴുങ്ങ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 10 കൊല്ലം അവിടത്തേക്ക് ഖിദ്മത്തെടുത്ത സ്വഹാബിയാണ്. അപ്പൊ ചിലപ്പോഴൊക്കെ വിളിച്ച് തങ്ങൾ ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുമ്പോ, പല നിർദ്ദേശങ്ങളും കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അനസേ, ഒരു കാര്യം ചെയ്യാം. ലോകത്ത് ഒരുപാട് കെട്ടിടങ്ങള്, പട്ടണങ്ങളൊക്കെ വരും. ആ പട്ടണങ്ങളുടെ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ വലിയ വലിയ ഗോപുരങ്ങൾ, അതിന്റെ പരിസരത്തുകൂടെ, അതിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോ ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്നന്നാസ യംസുറൂന അംസാറൻ, ആളുകൾ ഒരുപാട് നഗരങ്ങൾ, പട്ടണങ്ങൾ സ്ഥാപിക്കും. അതിൽപ്പെട്ട ഒരു പട്ടണമാണ് ബസ്വറ. അതിന്റെ പരിസരത്തുകൂടെ നിങ്ങൾ നടന്നു പോകുമ്പോ ഫഇയ്യാക വസിബാഹഹ, അവിടെയുള്ള ഉപ്പിന്റെ അംശമുള്ള ഭൂമി സൂക്ഷിക്കണം. വകലഅഹ, ശരിക്കും ശ്രദ്ധിച്ചോളെ, പുൽമേടുകൾ സൂക്ഷിക്കണം. അങ്ങനെ പുൽമേടുകളിലൊക്കെ പോയി തമ്പടിച്ച് സൊറ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ആരാന്നൊക്കെ നമ്മൾ വായിക്കണം.
വായിക്കണം, ഇപ്പോഴും വായിക്കണം, വർത്തമാനകാലത്തുള്ളത് വായിക്കണം. ആരാ പച്ചപ്പുള്ളടുത്ത് തമ്പടിക്കുന്നത്? പൂർണ്ണ അവറത്ത് മറച്ചവരാണോ അവര്? അങ്ങനത്തെ ഒരു കുറേ ഉണ്ടാവുള്ളൂ. അവിടെ അതിനുവേണ്ടി ആളുകള് നമ്മുടെ ഈ ലോകതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചെലവ് ചെയ്യുന്ന ഒരു വിഷയം, സമ്പ്രദായം എന്താന്ന് വെച്ചാൽ, കോടികൾ പോകുന്ന വിഷയം എന്താന്ന് വെച്ചാൽ ഏത് പാക്കേജിലാ? ടൂർ പാക്കേജിലാണ്. അത്ര ആരോഗ്യ സംരക്ഷണത്തിന് വരെ പോകുന്നില്ല. നിങ്ങൾ കണക്കെടുത്ത് നോക്കി, ലക്ഷങ്ങളല്ല കോടികൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസിന്റെ സ്വഭാവമൊക്കെ 6 മാസം തൊഴിൽ, 6 മാസം സഫർ എന്നാണ്. ഈ 6 മാസം സംഭരിച്ചത് അടുത്ത 6 മാസത്തിൽ അടിച്ചു പൊളിക്കും. കഴിഞ്ഞ വർഷം പോകാത്ത ഏതെങ്കിലും ഡിഗ്രി കൂടിയ ഭാഗം നോക്കിയിട്ട് പോകും. ഈ വർഷം പോയത് കുറച്ച് കുറവാണ്, അടുത്ത വർഷം അതിൽ ബെറ്റർ ആയത് തിരഞ്ഞെടുക്കും. ബെറ്റർ എന്ന് പറഞ്ഞാല് താമസിക്കാനും ശ്വസിക്കാനൊക്കെ സുഖമുള്ളതെന്നുള്ള അർത്ഥത്തിലല്ല, ഉല്ലസിക്കാനും അഭിരമിക്കാനും ആസ്വദിക്കാനും അതുപോലെ തന്നെ എന്തെല്ലാം സ്വന്തം ശരീരങ്ങൾ ഇച്ഛിക്കുന്നുവോ അതൊക്കെ വേണ്ട രൂപത്തിൽ ചെയ്യാനും പറ്റിയ സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്ക്, വകലഅഹാ, പുൽമേടുകളെ സൂക്ഷിക്കണം, അതിലൂടെ പോകരുത്. അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോഴേ നമ്മൾ ഈ എത്തിയ നാഗരികതയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നാത് പറയുന്നത്. മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയാൻ, ബസറയിൽ ഏറ്റവും അവസാനം വഫാത്തായ മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ചില റിപ്പോർട്ടുകളിൽ മഹാനവറുകൾ വഫാത്താകുമ്പോൾ 120 വയസ്സുണ്ടായിരുന്നു എന്ന് കാണാം. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ഒരു വലിയ സന്താന സമ്പത്തുള്ള ഒരു മഹാനാണ്. സ്വന്തം മുതുകിൽ നിന്ന് തന്നെ അള്ളാഹു 120 മക്കളെ നൽകിയിട്ടുണ്ട്. പേരക്കുട്ടികളല്ല. അത് കേൾക്കുമ്പോഴേ നമ്മളെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ അത്ഭുതത്തോടെ സുബ്ഹാന മൻ ജല്ല എന്ന് പറയും. ജല്ല ജലാലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഭവമാണ് അനസ് റളിയല്ലാഹു അൻഹു അനുഭവിച്ചത്. അത് മാത്രമൊന്നല്ല അനുഭവിച്ചത്, തങ്ങള് 3 പ്രാർത്ഥനകളാണ് ആ ഖാദിമിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ വന്ന്, ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾ അമ്മായിയാണ്, അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ. അപ്പൊ ഇടക്കിടക്ക് ആ വീട്ടിൽ വരും. ചിലപ്പോ അവിടെ വന്ന് കുറച്ചു നേരം ഉറങ്ങി തങ്ങൾ പോകും. ചിലപ്പം വരുമ്പോ ഭക്ഷണം വല്ലതുണ്ടോ ഉണ്ട്, അത് കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തങ്ങൾ പോകും. അങ്ങനെ വരുന്ന വരവിൽ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊരു അധ്യായത്തിൽ തന്നെ പറയണം. പല വിഷയങ്ങൾ പല വരവിലും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം വന്ന് തങ്ങളങ്ങനെ പടിയിറങ്ങുമ്പോ മഹദി പറഞ്ഞതാണ്, ഇന്നലീ ഹുവൈസ, എനിക്ക് ചെറിയൊരു പ്രത്യേകത എനിക്കുണ്ട്. മദീനയിൽ പല സ്ത്രീകൾക്കും കിട്ടാത്തൊരു പ്രത്യേകത എനിക്കുണ്ട്. അപ്പൊ തങ്ങൾ ചോദിച്ചു, അതെന്താണ്? അതൊന്നുമല്ല നബിയെ, ഖാദിമുക അനസു യാ റസൂലല്ലാഹ്, എന്റെ മോനാണല്ലോ തങ്ങളെ ഖാദിം, അത് എനിക്കൊരു പ്രത്യേകത. അത് എനിക്ക് മദീനയിൽ അല്ലാഹു തആല നൽകിയ തങ്ങൾ മൂലം എനിക്ക് കിട്ടിയ വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് നബിയെ ഫദുല്ലാഹ ലഹു, മോന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അപ്പൊ തങ്ങൾ ദുആർന്നു കൊടുത്തു. തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അല്ലാഹുമ്മ അക്സിർ മാലഹു, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുമ്മ അക്സിർ മാലഹു, സമ്പത്ത് അധികം കൊടുക്കുക അല്ലാഹ്. വഅക്സിർ വലദഹു, സന്താനങ്ങളെ അധികം കൊടുക്കുക. രണ്ടാമത്തെ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല അല്ലെ? ആദ്യത്തെ ഉസ്താദ് തിരക്കടില്ല, രണ്ടും ആവശ്യം തന്നെ. നല്ലൽക്കാണെങ്കിൽ എത്രയും ആവശ്യം, ഒരു കുഴപ്പമില്ല. തങ്ങളാ തിരക്കുന്നത്. രണ്ടും എനിക്ക് കിട്ടി, മൂന്നാമത്തതിന് വേണ്ടി ഞാൻ കാത്തു കഴിയുകയാണെന്ന് പിന്നീട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സമ്പത്ത് അധികം കൊടുക്കുക എന്നുള്ള ദുആ, ആ അധിക സമ്പത്ത് ജീവിതത്തിൽ അനുഭവിച്ചു. സാധാരണ മക്കയിലും മദീനയിലും നമ്മുടെ ഇപ്പോഴുള്ള സ്ഥലങ്ങളിലൊക്കെ കാരക്ക കായ്ച്ച് അത് പഴുത്ത് പാകമായി പറിക്കുന്ന സമയം ചൂടുകാലാണ് അല്ലെ? നല്ല ചൂടുകാലത്ത് ഒരു സീസൺ അതിനുള്ളത്, ഒരു ടൈമാണ്. ആ ടൈമിലാണ്. നമ്മുടെ നാട്ടിലെ അടക്ക പോലെ ഫുൾ ടൈം അല്ല, ഒരു ടൈമിലാണ്. പക്ഷെ അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ ശൈത്യകാലത്തും കാരക്കുണ്ടായിരുന്നു. അത് ഈ ദുആഇന്റെ ബറക്കത്താണ്.
ഇഷ്ടം പോലെ സമ്പത്ത് ചുരുങ്ങുന്നു എന്ന് പരാതിപ്പെട്ട തൊഴിലാളിയോട് സമ്പത്ത് ചുരുങ്ങാൻ പാടില്ല, ഞാനിന് കേടും ചെയ്തിട്ടില്ലല്ലോ, ഇക്കൊല്ലം കിട്ടുന്നത് കുറയെന്ന് പറഞ്ഞപ്പോ ഒരു മുസല്ലം എടുക്കുന്നു. എന്നിട്ട് മരുഭൂമിയിൽ 2 റക്അത്ത് നിസ്കരിച്ചാണ് പോയായിരുന്നു. നീ പോയിക്കോളി നോക്കും. ആ തൊഴിലാളി പോയി നോക്കുമ്പോ അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ മാത്രം മഴ. ആ മഴ കുറഞ്ഞുകൊണ്ടാണ് കൊല്ലം കുറയുന്നു പറഞ്ഞത്. പിന്നെ കുറഞ്ഞ ഈ കുട്ടികളൊക്കെ എങ്ങനെ പോറ്റ? ഇത്രയും കുട്ടികളെ പോറ്റാൻ അല്ലാഹു തആല ഇഷ്ടം പോലെ സമ്പത്ത് നബി തങ്ങളെ ദുആ കൊണ്ട് കൊടുത്തു. മൂന്നാമത്തത് വദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗപ്രവേശനം കൊടുക്കണം. അപ്പൊ ഞാൻ അത് കാത്തു കഴിയാണെന്ന് ഇത് അനുഭവിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയും. ജീവിതത്തിൽ ഒരാളെയും പേടിച്ചിട്ടില്ല. ഹജ്ജാജ് വരെ വിളിച്ചിട്ട് ഒറ്റക്കാണ് അനസ് റളിയല്ലാഹു അൻഹു ചെന്നത്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് നേരെ ചെന്ന് ധൈര്യത്തോടെ നിന്നു. സാധാരണ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നു പറഞ്ഞു, ഞങ്ങൾ പോരണോ നിങ്ങളാരും പോരണോ? ഞാൻ തന്നെ പോയാൽ മതി. അപ്പൊ ഈ വന്ന് നിൽക്കുന്ന നൃത്തം കണ്ടിട്ട് ഹജ്ജാജ് ഒന്നിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ പ്രവർത്തനങ്ങൾ എതിർക്കുന്നുണ്ട് ഉറപ്പല്ലേ, എന്താ സംശയം എന്ന് വെച്ചു. എന്താ സംശയം? നിങ്ങൾ ഹക്കല്ലാത്ത നീതിയല്ലാത്ത പ്രവർത്തിച്ചാൽ ഞാൻ എതിർക്കും. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച് എതിർക്കുന്നു. നിങ്ങളെ ഞാൻ കൊല്ലുന്നു പറഞ്ഞു ഹജ്ജാജ്. അതിന് നിനക്ക് കഴിയും എന്നൊരു ചെറിയ സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ വണങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. അടക്കൂലെന്ന് പറഞ്ഞു. കൊല്ലാൻ കഴിയൂലെന്നോ? അത്ര ധൈര്യത്തിലാന്നറിയാം. ഒരുപാട് മഹാന്മാരെ വകവരുത്തിയ ആളാണ്, മലിക്കുൽ ളാലിമാണ് ഹജ്ജാജ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് അവസാനം വകവരുത്തിയത്. ആ ഹജ്ജാജിനോടാ പറയുന്നത് തൊടാൻ കഴിയൂലെന്നോ? അപ്പൊ ചോദിച്ചു, എന്തത്ര ധൈര്യം? അതോ നിന്നെ പോലുള്ള ആളുകളിൽ നിന്ന് നല്ല സുരക്ഷിതത്വവും കാവലും കിട്ടാൻ എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ദിക്ർ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചൊല്ലിയിട്ടാ വരുന്നത്. പറഞ്ഞു തരോ? നിനക്ക് പറഞ്ഞു തരാൻ പറ്റൂലെന്നോ? കാരണം നീ ഇപ്പോ വേറെ പലരെയും പേടിക്കുന്നുണ്ടാവും, അതിൽ നിന്ന് കാവൽ കിട്ടാനല്ലേ ചോദിക്കുന്നല്ല, ദിക്റെല്ലാം പുതിയായിട്ടല്ലോ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വിഷമവുമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ധൈര്യത്തോടെ പറയേണ്ടത് മുഴുവനും പറഞ്ഞ് ഒക്കെ ഇരുന്ന് ഹജ്ജാജ് പറയാൻ പറ്റില്ല. ആ അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് കൊടുക്കുന്ന ഉപദേശം, അനസേ, നഗരങ്ങളൊക്കെ വരും, പട്ടണങ്ങൾ വരും, അതിന്റെ പരിസരത്തൂടെ നടക്കുമ്പോ ഉപ്പുള്ള സ്ഥലമുണ്ടാകും, ആളുകൾ വന്ന് കാഴ്ച കണ്ടുപോകുന്ന സ്ഥലം, പുൽമേട്, വസൂഖഹാ, അവിടെ തിരക്കുള്ള മാർക്കറ്റ് ഉണ്ടാകും, സൂക്ഷിക്കണേ. വബാബ ഉമറാഇഹാ, ആ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രധാനികളുടെ ഗേറ്റ്, അതിലൂടെ പോകരുത്. ജനങ്ങളൊന്നും കൂടുതൽ സഞ്ചരിക്കാത്ത ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്, അതിലൂടെ പോയാ മതി. നല്ലോണം ശ്രദ്ധിക്കണം ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. എന്തേ കാരണം? ഫൈന്നഹു യകൂനു ബിഹാ ഖസ്ഫുൻ, അവിടെ എപ്പോഴാ ഭൂമി വീങ്ങാന്ന് പറയാൻ പറ്റൂല. കാരണം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് തീവ്രമായ രൂപത്തിൽ വളരുമ്പോ കുറെയൊക്കെ അല്ലാഹു തആല ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെയാണല്ലോ അങ്ങനെയല്ല അല്ലാഹു തആലാന്റെ റഹ്മത്താണ്. ഒറ്റടിക്ക് അല്ലാഹു തആല ഏതെങ്കിലും ശത്രുവിനെ നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ചരിത്രം എടുത്ത് നോക്കി വിശദമായി പറയണം. ഫിർഔന് എത്ര ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഘട്ടത്തിലല്ലേ പിടിച്ചത്. എല്ലാവർക്കും അങ്ങനെയാണ്. അബൂജഹലിന് എത്ര ദൃഷ്ടാന്തം കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. ഒന്നും എനിക്ക് ദൃഷ്ടാന്തമായി തന്നിട്ടില്ലെന്ന് പറയാൻ പരലോകത്ത് ഈ ശത്രുക്കൾക്കൊന്നും കഴിയില്ല. ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കിട്ടിയിട്ട് എല്ലാ പാഠവും കൊടുത്തിട്ടും പഠിക്കാതിരിക്കുമ്പോഴാണ് അവസാനത്തെ പാഠം കൊടുക്കുക. കഅബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിനെ എത്ര ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല കൊടുത്തു. ലാസ്റ്റ് കൊടുത്ത ദൃഷ്ടാന്താണ് ആന മുട്ടുത്തി എന്നുള്ളത്. ആന മുട്ടുത്തല്ല നാട്ടില് നിങ്ങൾ ആനയും കണ്ടിട്ടില്ലേ? ആന മുട്ടുത്തല്ല, മുട്ടുത്തൽ ഒട്ടകാണ്. ഒട്ടക മുട്ടുത്തൽ കണ്ടോ? അതുണ്ട്. ആന മുട്ടുത്തലല്ല. ആന പാപ്പാൻ ഇറങ്ങണമെങ്കിൽ ഇങ്ങനെതാ ചെരിഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ചെരിഞ്ഞു കൊടുക്കും. അപ്പൊ അതിലൂടെ അങ്ങോട്ട് പിടിച്ച് മറ്റാളങ്ങ് ഇറങ്ങലാണ്. ഇത് മുട്ടുകുത്തി എന്നുള്ള അസാധാരണ സംഭവമാണ്. എന്തിനാണ് കാണിച്ചു കൊടുത്തത്? ലക്ഷ്യം ശരിയല്ല, തിരിച്ചു പോകണം.
ഇതേ ലക്ഷ്യത്തിൽ നേരത്തെ അബ്രഹത്തെ നിന്റെ മുമ്പ് യമൻ ഭരിച്ചിരുന്ന തുബ്ബ രാജാവ് വന്നിരുന്നു. പക്ഷെ നല്ല പവറോടുകൂടെ കഅബക്ക് കിസ്വ ധരിപ്പിച്ചിട്ടാ തിരിച്ചുപോയത്. കഅബക്ക് ആദ്യം കിസ്വ ധരിപ്പിച്ചത് തുബ്ബ രാജാവ്. നല്ല സ്വർണ്ണ നൂലിന്റെ കിസ്വ. അവിടെയുള്ള എല്ലാ ആമിലിങ്ങൾക്കും തൊഴിലാളികൾക്കും നിറയെ ഹദിയയും സംഭാവനയും പാരിതോഷികവും കൊടുത്തിട്ടാ പോയത്. കാരണം അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചാണ് രാജാവ് കാര്യങ്ങൾ ചെയ്തത്. ഇയാള് വരുന്ന വൈക്കലെ ഒരുപാട് ആളുകൾ ഉപദേശം കൊടുത്തിട്ടുണ്ട് അബ്രഹത്ത് രാജാവിന്. പക്ഷെ ഒരു ഉപദേശവും അയാൾ കേട്ടിട്ടില്ല. നീയോ അവസാനം ആ ആന, അബ്രഹത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആന ഒരു നിലക്കും മുന്നോട്ട് നീങ്ങുന്നില്ല, പോകുന്നില്ല. പക്ഷെ നജിദിലേക്ക് തിരിച്ചാ പോകുന്നുണ്ട്, യമനിലേക്ക് തിരിച്ചാ പോകുന്നുണ്ട്, ഇനി അപ്പുറത്തേക്ക് ഹബശയിലേക്ക് തിരിച്ച് എങ്ങോട്ടും പോകുന്നുണ്ട്, മുന്നോട്ട് മാത്രം പോകുന്നില്ല. ഇത് ദൃഷ്ടാന്തല്ലേ? ഇത് പാടല്ലേ? എന്നിട്ട് അവൻ ചെയ്ത് നോക്ക് നിങ്ങൾ. ഈ ആനക്ക് എന്തോ ഒരു ജുനൂനുണ്ട് എന്ന് പറഞ്ഞു, ഭ്രാന്ത്. എന്നിട്ട് അതിന്റെ തലയിൽ കമ്പി അടിച്ചു കയറ്റി നടക്കാൻ വേണ്ടിട്ട്. ഇങ്ങനൊക്കെ കൊടുത്തിട്ടും പഠിക്കാതിരുന്നപ്പോഴാണ് വാർസല അലൈഹിം തൂറൻ നബാബി. നീ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, എല്ലാ പാഠങ്ങളും കഴിഞ്ഞ് പഠിക്കൂല അവിടെ കൊടുത്തു. അങ്ങനെ വന്ന് വീഴുമ്പോഴാണ് ഇവര് വഴിവക്കിൽ നിന്ന് കൂടെ പിടിച്ച ഒരാളാണ് നുഫൈൽ ബിൻ ഹബീബ് എന്നാണ്. മക്കൾക്ക് പോകണ്ടോ, മക്കത്തേക്ക് പോകണ്ട പ്രശ്നന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങോട്ട് പിടിക്കുക, ആരാ ഓൻ നമ്മളെ ഉപദേശിക്കാൻ, കൊല്ലവനെ എന്ന് പറഞ്ഞപ്പോ, എന്നെ കൊല്ലണ്ട, ഞാൻ എല്ലാ വഴികളും മക്കത്തേക്കുള്ള വഴികളൊക്കെ അറിയുന്ന ആളാണ്. ആ എന്നാ കൊല്ലണ്ട, ആള് ഗൈഡായിട്ട് കൂട്ടാന്ന് കൂട്ടി. കല്ല് വന്ന് വീഴുമ്പോഴാണ് എല്ലാരും ചോദിക്കുന്നത് നുഫൈൽ എവിടെ, നുഫൈൽ എവിടെ. അപ്പൊ നുഫൈൽ ബിൻ ഹബീബ് പറയാണ്, വല്ല വിളി കേട്ടിട്ട് ഞാൻ അവർക്ക് വല്ല കടം കൊടുക്കാനുണ്ട്, ആ രൂപത്തിൽ കൊടുക്കുന്നു. കടം കിട്ടാനുള്ള ആളെ എത്ര വിളി വിളിച്ചു? ഒരു വിളി വിളിക്കുള്ളൂ, ആവർത്തിച്ചവര് വിളിക്കുന്നുണ്ട്. നുഫൈൽ ബിൻ ഹബീബ് പറയാണ്, ആ എത്യോപ്യക്കാർക്ക്, ഹബശികൾക്ക് ഞാൻ വല്ല കടവും കൊടുക്കാനുണ്ട് തോന്നുന്നുണ്ട്, അവര് പിന്നെയും പിന്നെയും എന്നെങ്ങനെ വിളിക്കുന്നു. പക്ഷെ പഠിച്ചിട്ട് പാഠം പഠിക്കാതെ നിങ്ങൾ നോക്ക്, അബ്രഹത്തിനെ ആ സ്പോട്ടിൽ കല്ലെറിഞ്ഞ് അല്ലാഹു തആല മരിപ്പിച്ചോ? ഇല്ല. അബ്രഹത്തിന്റെ ശരീരത്തിൽ കല്ല് വന്ന് വീണു, അയാള് ശരീരം തളർന്നു. യമനിലേക്ക് അയാൾ ചുമന്നു കൊണ്ടുപോയി. കുറെ ആൾ സ്പോട്ടിൽ മരിച്ചിട്ടുണ്ട്. ചുമന്നു കൊണ്ടുപോയി പള്ള വീർത്ത് പള്ള പൊട്ടി. എന്നിട്ട് മനസ്സിലാക്കിയോ? അതുകൊണ്ടൊന്നും മനസ്സിലാക്കിയില്ല. പിന്നെയാണ് അല്ലാഹു തആല ലാസ്റ്റ് ഒരു നിലക്കും സുഖകരമല്ലാത്ത രീതിയിലുള്ള അന്ത്യം കൊടുക്കുന്നത്. അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അല്ലാഹു തആല എപ്പോഴും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്ന റഹ്മത്താണത്. ഇത്രയൊക്കെ ചെയ്തിട്ടും മുഅ്മിനീങ്ങൾ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, പടച്ചോനെ എന്താ പിന്നെയും പിന്നെ ഇങ്ങനെ പോറ്റുന്നത്. പക്ഷെ അല്ലാഹു തആലാന്റെ റഹ്മത്ത് കൊണ്ട് മനസ്സിലാക്കാനുള്ള എല്ലാ അടവുകളും അള്ളാഹു കൊടുക്കും. അതേപോലെ പല ഭാഗങ്ങളിലും ഭൂമി കുലുക്കങ്ങളും ഭൂമി വിഴുങ്ങലുകളൊക്കെ തരുന്ന എന്തിനാണെന്നറിയാം? കുറച്ചെങ്കിലൊക്കെ ചിന്തിക്കാനും മടങ്ങാനും അമൽ ചെയ്യാനും വിശ്വാസം ഊർജിതപ്പെടുത്താനൊക്കെ കഴിവുള്ള ആൾക്കാരുണ്ടാകൂലേ, അവരൊന്ന് നന്നായിക്കോട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്താണ്. അവരൊന്ന് തയ്യാറെടുത്തോട്ടെ, പരലോകം വരാൻ പോവുകയാണ്, അവരൊന്ന് ഒരുങ്ങിക്കോട്ടെ. അപ്പൊ ഈ പറഞ്ഞ ഖസ്ഫ് വറജ്ഫുൻ, ഭൂകമ്പമുണ്ടാകും, പ്രകമ്പനമുണ്ടാകും മനസ്സേ. വഖൗമുൻ യബീതൂന, ഒരു ടീം രാത്രി കളിച്ചു സുഖിച്ചിട്ടുണ്ടാകും, രാവിലെ നോക്കുമ്പോ ഫയസ്ബിഹൂന ഖിറദതൻ വഖനാസീർ, അവർ കൊരങ്ങന്മാരും പന്നികളായി മാറിയിട്ടുണ്ടാകും. അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന നിർദ്ദേശമാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, മറ്റേ ആളുങ്ങൾക്ക് ഒരു സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ സലാം പറഞ്ഞു, എനിക്ക് എന്നാ ഞാൻ മടക്കാൻ ഒരു നിലക്കും തയ്യാറല്ല. ഫൈന്നഹു ഖദ് ബലഗനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അന്നഹു ഖദ് അഹദസ, അയാൾ ഒരു പുരോഗമനവാദിയായിട്ടുണ്ട്, പുത്തൻവാദിയായിട്ടുണ്ട്, അതുകൊണ്ട് സലാം മടക്കാൻ എനിക്ക് പ്രയാസം.
അയാൾ അങ്ങനെ ഒരു പുരോഗമനവാദിയായിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു സലാം അയാൾക്കും നിങ്ങൾ പറയണ്ട. കാരണം ഫൈനി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. പാരമ്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പുതിയ ആശയങ്ങളും മറ്റൊക്കെ ഇങ്ങനെ ആളുകളിൽ കടന്നുകൂടുമ്പോ അവിടെ ഉണ്ടാകും ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. അതിൽ ഒന്നുകൂടി പറഞ്ഞു ഖദ്ഫ്, കൽമഴ വർഷിക്കും. നമ്മളിങ്ങനെ പോകുമ്പോ മഴ, ആ മഴയില് കല്ല് വന്ന് തലയിലും മറ്റൊക്കെ ഇങ്ങനെ വീയന്നെ നല്ല സുഖം ഉണ്ടാവില്ലേ? ഓടുന്ന വാഹനങ്ങളൊക്കെ എവിടുന്നപ്പോ ആരാ കല്ലെറിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓട്ടെ, കല്ല് താഴോട്ട് വീഴാണ്. നടക്കുന്ന ആളുകളുടെ ആ കല്ല് തന്നെ മഴയോടൊപ്പം വരുന്ന കല്ലിന് കുറച്ചുകൂടി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ കത്തും. അതിങ്ങനെ വീഴുമ്പോ നമ്മുടെ നാട്ടിലുള്ള വൈദ്യുതി ലൈനുകളിലേക്കൊക്കെ വീണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോക്ക് അടിച്ച് കറണ്ട് കട്ടായി അവിടെയും ഇവിടെയൊക്കെ തീപിടുത്തങ്ങൾ ഉണ്ടാവും. കുറച്ചുകൂടി ചൂട് കൂടുതലുള്ള കല്ലാ വീഴുന്നെങ്കിൽ. കൽമഴ എന്ന് പറയുമ്പോ കാണാനൊരു മഴ ഉണ്ടാകും, പക്ഷെ വീഴുന്ന കല്ലിന് നല്ല ചൂടുണ്ടാകും. എന്ന് പറഞ്ഞല്ലോ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തെ പറ്റി. അള്ളാഹുവോട് പറഞ്ഞ് നമ്മൾ നല്ല കൽമഴ വർഷിപ്പിച്ചു എന്നാണ്. എന്ത് കല്ലാണ്? മിൻ സിജ്ജീൽ, നല്ലോണം ചൂടാക്കിയ കല്ല്. ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങോട്ട് വീണു. കല്ലിന്റെ മഴ, ചുട്ടുപൊഴുത്ത കല്ല്. അതാണ് മറിച്ചിട്ട് ആ ശരീരത്തിലേക്ക് ഒന്നുകൂടി അതിനങ്ങോട്ട് റെഡിയാക്കിയതാണ്. അവരുടെ ശരീരത്തിൽ ഒന്ന് ചൂടുള്ള കല്ലൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങോട്ട് ശിക്ഷ കൊടുത്തതാണ് അവർക്ക്. അത് ചെറിയ ഒരു മഴയല്ല കൽമഴ വർഷിപ്പിച്ചത്. അപ്പൊ ഈ പുരോഗമനവാദി സലാം പറഞ്ഞപ്പോ അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ അധികം വരുമ്പോ ഭൂമി ലോകത്ത് മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ഹസ്ഫും മസ്ഫും ഖദ്ഫും ഉണ്ടാകും. അങ്ങനെ വിശ്വാസം പോയല്ലോ, വിശ്വാസം പോയി, ആദർശം പോയി, എല്ലാം പോയി. അത്തരത്തിലുള്ള ആളുകൾ വരുമ്പോഴാണ് ലോകത്ത് അത്തരത്തിൽ സംഭവിക്കുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ആ ഹസ്ഫ് അത് വേറെയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഹസ്ഫുകൾ, അതിലൊന്നാണ് മഹാന്മാരൊക്കെ പറഞ്ഞത് ജസീറത്തുൽ അറബിൽ നടക്കുന്നത്. കാബ പൊളിക്കാൻ വേണ്ടി, കാബയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ വരുമ്പോ അവർക്ക് സംഭവിക്കുന്നത്. മറ്റൊന്നാണ് സഹോദരങ്ങളെ ദുഖാൻ, പുക. അത് ചെറിയൊരു പുകയൊന്നുമല്ല. ആ പുക കഴിഞ്ഞിട്ടില്ല എന്നും കഴിഞ്ഞു എന്നും 2 പക്ഷമുണ്ട് ഉലമാക്കളിൽ. അധിക ആളുകളും പറയുന്നു അത് കഴിഞ്ഞിട്ടില്ല, വരാനിരിക്കുന്നേ ഉള്ളൂ. ഫർതഖിബ് യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ യഗ്ശന്നാസ ഹാദാ അദാബുൻ അലീം. ജനങ്ങളെ മൊത്തം മൂടി പൊതക്കുന്ന രൂപത്തിൽ ഒരു പുക വരും, വല്ലാത്തൊരു പുക. ആ പുക വരുന്ന സമയത്ത് ആളുകൾ പറയും ഹാദാ അദാബുൻ അലീം, ഇത് വേദനിപ്പിക്കുന്ന ശിക്ഷയാണ്, ഇത് ചെറിയ ശിക്ഷയൊന്നല്ല, വലിയ ശിക്ഷയാണ് എന്ന് പറയും. ഹാഫിദ് ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, ഖിയാമത്ത് നാള് ലോകത്ത് അതിനോട് അടുക്കുമ്പോ കുറെ അടയാളങ്ങളുണ്ട്. തൊട്ടടുത്ത് ഇനി ഖിയാമത്ത് നാളാണ് വരാൻ പോകുന്നത് എന്നതിന് ചില അടയാളങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ മഹാനവറുകൾ എണ്ണിയതാണ് ദുഖാൻ. കാരണം ദുഖാന് കഴിഞ്ഞാല് ഇനി അങ്ങോട്ട് കുറെ കാലാവധികളില്ല, തുടർന്ന് അടയാളങ്ങൾ വരിക, പിന്നെ ഇവിടെ ലോകം അവസാനിക്കും. മറ്റേതങ്ങനല്ല, അടുത്ത് എന്ന് പറഞ്ഞതിന്റെ അടയാളങ്ങളിൽ എണ്ണിയതാണ് ദജ്ജാല്, ഈസാ നബി അലൈഹി സ്വലാമിന്റെ വരവ്, യജൂജ് മജൂജ്, ഹസ്ഫൊക്കെ അതിലാണ് എണ്ണിയത്, ഈ ഭൂമി വിഴുങ്ങലൊക്കെ. പക്ഷെ ഇത് ഖിയാമത്ത് നാള് നിൽക്കുന്നതിന്റെ അടയാളങ്ങളിലായിട്ടാ മഹാനവറുകൾ എണ്ണിയത് ദുഖാൻ. ആ ദുഖാന് വരുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്ന വിഷയം ഹാഫിദ് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. യഖ്റുജു ദുഖാൻ, പുക വരും. ഫയഖുദുൽ മുഅ്മിന കഹൈഅത്തി സുകാം, അതൊരു വിശ്വാസിക്ക് ഒരു ജലദോഷം പോലെ ഉണ്ടാവുള്ളൂ, അനുഭവിക്കുള്ളൂ. അയാളും അനുഭവിക്കും ഒരു ജലദോഷം പോലെ. വയദ്ഖുലു ഫീ മസാമിഇൽ കാഫിരി വൽ മുനാഫിഖ്, കാഫിറിന്റെയും മുനാഫിഖിന്റെയും ഒക്കെ ശ്രവണപുടങ്ങളിൽ അത് പ്രവേശിക്കും. എന്നിട്ട് ഹത്താ യകൂന കർറസിൽ ഹനീദ്, അവന്റെ തല ചുട്ട തല പോലെയാകുന്നു. തല ഇങ്ങനെ ചൂടായിട്ട് ഒരു ചുട്ട മഷ്വിയായ തല കണ്ടിട്ടുണ്ട്.
പടച്ചോനെ മശ്വിയായ ദീക്ക് കണ്ടില്ലേ ദജാജ, ചുട്ട കോഴി, അതേ പരുവത്തിൽ ഇവന്റെ തലവേദന കൊണ്ട് ഇങ്ങനെ പിളയും. എന്നിട്ട് അത് വിശദീകരിച്ച് ഇബ്നു കസീർ പറഞ്ഞാണ് കർറസിൽ മശ്വി അലൽ ജമർ, തീക്കനലിന്റെ മേല് ചുട്ടുവെച്ചിരിക്കുന്ന തല കണ്ടിട്ടില്ല, അതേപോലെ ഈ പുക ശ്വസിച്ച് അതവന്റെ ശ്രവണപുടങ്ങളിലേക്കും മറ്റുമൊക്കെ കടന്നു ചെന്നിട്ട് തല പൊളഞ്ഞിട്ട് നിൽക്കൂല. വിശ്വാസിക്ക് ഒരു ജലദോഷം വന്ന് അതങ്ങനെ അങ്ങനെ കാർന്നിട്ട് പോയ ആ സ്വഭാവം ഉണ്ടാവും. ഈമാനും കൊണ്ട് അവന് കിട്ടിയ നേട്ടതാണ്. പക്ഷെ അവനും അറിയാൻ അല്ലാഹു തആല കൊടുത്തൊരു സൗകര്യമാണത്. അവനനുഭവിക്കും. ഖിയാമത്ത് നാളിൽ അങ്ങനെയല്ലേ, രണ്ട് രൂപത്തിലാണ് അനുഭവിക്കുന്നത്. ഖിയാമത്ത് നാൾ മഹ്ശറിലുള്ള നൃത്തത്തെ പറ്റി എങ്ങനെയാ പറഞ്ഞത്? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന അല്ലെ, ഒരായത്തിൽ പറഞ്ഞു 50,000 വർഷം അവിടുത്തെ നൃത്തത്തിന്റെ നീളം. അപ്പൊ മൂമിനായ മനുഷ്യനോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു അതൊരു അസറിന് മഗ്‌രിബിന്റെ ഇടയിലെ ടൈം പോലെ ഉണ്ടാവുള്ളൂ. അസറിന്റെ മഗ്‌രിബിന്റെ ഇടയിലെ ടൈം പറഞ്ഞാൽ ളുഹറിന്റെ അസറിന്റെ ടൈം അല്ല, പിന്നെയും ചുരുക്കാണ്, കുറവാണല്ലോ. ഒരു 2 മണിക്കൂറും ചില്ലറ മിനിറ്റ് ഉണ്ട്. ഏത് 50,000 കൊല്ലത്തെ ദൈർഘ്യം മറ്റുള്ളവർ അനുഭവിക്കുന്നത്. അനുഭവങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളുണ്ട്. രാത്രി എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ എന്താ സുബിയാകാത്തെന്നൊരു അനുഭവം. അപ്പുറത്തൊരാൾ സുഖത്തിൽ കിടക്കുന്നത് എന്താ അത്ര പെട്ടെന്ന് കൊടുത്ത് വാങ്ങിന്റെ സമയം കാരണം തെറ്റിയിട്ടാണോ കൊടുത്തത് എന്നുള്ള വേറൊരു അനുഭവം. രണ്ടുണ്ടല്ലോ. രണ്ടാക്കുമ്പോ രാത്രി സമയം തന്നെയല്ലേ, രണ്ടാക്കും സമമാണ്. അത് നമ്മൾ ഇവിടുത്തെ കാഴ്ചപ്പാട്. ഇതേ രൂപത്തിൽ അവിടെ ബേജാറുകളും ഭയപ്പാടുകളും ഭയാനകരമായ സംഭവങ്ങളും കാണുന്ന അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ദൈർഘ്യമാണ്. അതേ സമയത്ത് മൂമിനായ മനുഷ്യന് അത് വളരെ ചുരുക്കമായിട്ടേ തോന്നുള്ളൂ. അവനിങ്ങനെ അർശിന്റെ ചുവട്ടിലൊക്കെ നിൽക്കുമ്പോ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ വലിയ ഭാഗ്യാണ്. വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് അർശിന്റെ ചുവട്ടിലൊക്കെ നിൽക്കാൻ കഴിയാന്ന്. അതിലേതെങ്കിലും ഒന്നിലൊക്കെ നമ്മൾ ഇടം സ്വീകരിക്കണം. അർശിന്റെ തണൽ എന്ന് പറഞ്ഞാൽ ആകെ 7 വിധം ആളുകൾക്കൊന്നും അല്ല. ഇമാം ഖസ്തല്ലാനി തങ്ങൾ പറയുന്നുണ്ട് 7 എന്ന് പറഞ്ഞാൽ അതൊരു മുഖ്യ സംഖ്യ, 70-ലധികം. അതിപ്പോ പറയാൻ നേരം, അത് വേറൊരു അധ്യായം പറയാം. അതിലേതെങ്കിലും ഒന്നിൽ അള്ളാഹു നമുക്ക് ഇടം നൽകുമാറാകട്ടെ. അവിടെ ഈ ദുഖാന് വരുന്ന സമയത്ത് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുഖാനെ പറ്റി പറഞ്ഞപ്പോ ഇന്ന റബ്ബക്കും അൻദറക്കും സലാസൻ, അല്ലാഹു തആല 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അദ്ദുഖാൻ, ഒന്ന് ദുഖാനാണ്. യഖുദുൽ മുഅ്മിന കസ്സക്മ, മുഅ്മിൻ അത് പിടികൂടും ഒരു ജലദോഷം പോലെ. കാഫിറിനെ പിടികൂടും ഫയന്തഫിഖു, അവന്റെ ഓരോ റൂട്ടുകളും വികസിക്കും, വീർത്തുപോകും. ഹത്താ യഖ്റുജ മിൻ കുല്ലി മസ്മഇൻ മിൻഹു, കേൾക്കുന്ന ഭാഗത്തിലൂടെയൊക്കെ അവന്റെ കേൾവി വികസിക്കും, അവന്റെ മൂക്കിന്റെ ദ്വാരം വികസിക്കും, കണ്ണ് വലുതാകും. വേദന ഉണ്ടാകുമ്പോ ഓരോന്നിനും നീര് കിട്ടുകൊണ്ട് ഇങ്ങനെ വീർക്കല്ലേ, അതേപോലെ ഇങ്ങനെ വീർത്തു പോകും. രണ്ടാമത്തെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എണ്ണിയത് അദ്ദാബ, ദാബത്തിനെയാണ്. മൂന്നാമത്തെ ദജ്ജാലിനെയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ സമീപത്തേക്ക് അവിടുത്തെ ശിഷ്യൻ ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു ഒരു ദിവസം ചെന്നപ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല, നേരം വെളുക്കണവരെ ഉറങ്ങിയിട്ടില്ല. എന്തേന്ന് ചോദിച്ചു. ഇന്നലെ ഒരു വാൽനക്ഷത്രം ഉദിച്ചത് കണ്ടു. നമ്മള് വാൽനക്ഷത്രം എന്ന് പറയല്ലേ, ഒരു വാൽനക്ഷത്രം. ഇപ്പൊ എന്തെങ്കിലും ഉറങ്ങാഞ്ഞത്? എനിക്കൊരു പേടി തോന്നി. അല്ലാഹു തആല ഖിയാമത്ത് നാളിന്റെ അടയാളായിട്ട് പറഞ്ഞ ദുഖാനിന്റെ വല്ല അടയാളമാണോ എന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ രാത്രി ആകെ പേടിച്ചു. നേരം വെളുക്കുന്നവരെ ഉറക്കം വന്നില്ല. പേടിയുണ്ട്. ഞമ്മക്ക് ചില പേടിയില്ല, അത് സ്വപ്നം കണ്ടിട്ടുള്ള പേടിയാണ്. അത് 2 മിനിറ്റ് കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തമായവർക്ക് പുറത്ത് കാണും. ഇത് നല്ലവണ്ണം ചിന്തിച്ചിട്ടുള്ള വിഷയമാണ്. പടച്ചോനെ, എന്താണ് ഞാൻ ആ കണ്ടത്, മുകളിൽ കണ്ടത്? കാരണം ഈ ദുഖാനെ പറ്റി പറഞ്ഞെടുത്ത് മേലെന്നാ വരുന്നത്. ഫർതഖിബ് യൗമ തഅതി സമാഉ ബിദുഖാനിൻ മുബീൻ. താഴെന്നല്ല, പുക ദുഖാന് വരുന്നത് താഴെന്നല്ല, മേലെന്നാണ്. അതുകൊണ്ടാണ് മേലെ അത്തരത്തിൽ നക്ഷത്രം കണ്ടത് പേടിച്ചത്. യൗമ തഅതി സമാഉ, സമാഉ കൊണ്ടുവരുന്ന ഒരു ദിവസത്തെ പറ്റി നല്ലോണം ആലോചിക്കണം. അത് കാത്തിരുന്നോളണം. ബിദുഖാനിൻ മുബീൻ, വ്യക്തമായ ഒരു പുക മുകളിൽ നിന്ന് താഴോട്ട്.
സാധാരണ നമ്മൾ താഴ്ന്ന് മേലോട്ട് പോയി ഇങ്ങനെ കെട്ടിക്കല കാണല്. അതിന്റെ ഇടങ്ങേറ് അങ്ങനൊക്കെ ഇടങ്ങേറ് കാഫിറിന് ഉണ്ടാകുന്ന ഹദീസ് പറഞ്ഞത് ശരിയാണോ എന്ന് അറിയണമെങ്കിലേ ഒരു കൂട്ടാൾക്കാരോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു, നല്ല ആയുള്ള കിണറ്റിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. ആയുള്ള കിണറ്റിലേക്ക് പണിക്ക് വേണ്ടി ആൾക്കാർ ഇറങ്ങുമ്പോൾ ആദ്യം എന്താ ചെയ്യാന്നറിയാം? എന്താ ചെയ്യാ? എവിടെ ആളുടെ കിണറില്ല, ഒക്കെ കൊയലായതുകൊണ്ട് ആർക്കും തിരിയില്ല. ആയുള്ള കിണറ്റിലേക്ക് ഇറങ്ങുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് കത്തിച്ച് താഴോട്ടിടും. എന്തിന്? താഴെ ഈ പുക ഇങ്ങനെ കെട്ടിമൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങൂല, അവിടെ വായു സഞ്ചാരം ഉണ്ടാവില്ല. അവിടെ എത്തിയാല് പിന്നെ വല്ലതും പറയണമെങ്കിൽ തൊള്ള തുറക്കണമെങ്കിൽ ഇത് ശ്വാസം അങ്ങോട്ട് ഇങ്ങോട്ട് പോട്ടെ, അങ്ങനെ ആക്കിയിട്ട് എന്ത് തിരിയാനാ? അത് വിളിച്ചാൽ കേൾക്കാത്ത അത്രയും ദൂരാണ്. വളരെ ആയണ്ട് കിണറ്, നല്ല വെള്ളമുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യാനാ പോകുന്നത്. ആദ്യം ഒന്ന് കത്തിച്ചിടും. കത്തിച്ചിട്ട് നേരെ അങ്ങനെ പോയി, കുഴപ്പമൊന്നുമില്ല, കത്തി അങ്ങനെ തീർന്നങ്ങനെ പോയി അവിടെ കൂടുതലും അവരിറങ്ങും. കാറ കെട്ടി ഭദ്രമായി ഇറങ്ങും. ഇറങ്ങുമ്പോ ഓരോ പടവും ഇങ്ങനെ ഇറങ്ങിയിട്ട് ഓരോ പടവും ഇറങ്ങുമ്പോ മുകളിൽ നിന്ന് ആള് ചോദിക്കും എങ്ങനെയുണ്ട്. താഴെ എത്തിയിട്ട് സുരക്ഷിതാണെങ്കിൽ മറ്റേ ആള് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ആള് പിന്നെ തൊട്ടിയൊക്കെ കെട്ടി അയാൾ അങ്ങനെ ചളിയും മറ്റുമൊക്കെ വാരി വൃത്തിയാക്കും. കിണറ്റിലിറങ്ങുന്ന ആൾക്കാരെ കഥ പറഞ്ഞു നോക്കിയാണ്. അതേസമയം ആ കിണറ്റിൽ ഇറങ്ങിയ ആള് ഇറങ്ങുന്ന ഇതൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ട് കുടുങ്ങിയോ, വല്ലാത്തൊരു രംഗാണ് അവിടെ അല്ലേ? നമ്മളിപ്പോ പുതിയ രൂപത്തിൽ സിലിണ്ടർ കിട്ടാത്തോണ്ടുള്ള വിഷമങ്ങൾ കുറെ ആൾക്കാർ കണ്ടില്ല. ആളുകൾ ശ്വാസം കിട്ടും, തടസ്സം നേരിട്ട അനുഭവങ്ങൾ. ഇതേ അനുഭവമാണ് ദുഹാന് വരുമ്പോ കാഫിറിനുണ്ടാകുക, മുനാഫിക്കിനുണ്ടാകുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാഫിറിനെ മാത്രല്ല കേട്ടോ പറഞ്ഞ്. നേരത്തെ ഇബ്നു കസീർ മുനാഫിക്കും വായിച്ചു, മുനാഫിക്കും ഉണ്ട്. മനസ്സിലായില്ല? കാഫിർ മാത്രല്ല, മുനാഫിക്ക് എന്ന് പറഞ്ഞാല് ഓൻ പക്കാ മൂമിനല്ല. പിന്നെ അതിനുണ്ട് ഇതിനുണ്ട്, പക്ഷെ അവന്റെ ഈമാൻ ഉറച്ചിട്ടില്ല. ഇപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഭാഗിക വിശ്വാസം അവനുണ്ട്. ഔലിയാക്കളിലൊക്കെ അങ്ങനെ ഒരു ഭാഗിക വിശ്വാസം. ഭാഗിക വിശ്വാസം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവര് മനസ്സിലാക്കുന്നത്, മുനാഫിക്കുകൾ മനസ്സിലാക്കുന്നത്, തങ്ങള് ഒരു മെസ്സഞ്ചറാണ്, ഒരു സന്ദേശവാഹകൻ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലല്ല, അങ്ങനെ മനസ്സിലാക്കിയാ പോയിട്ടോ, അങ്ങനല്ല മനസ്സിലാക്കുന്നത്. നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത്? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. എന്നും തങ്ങൾ ഷാഹിദാണ്. അന്ന് മാത്ര ഷാഹിദ്? ഈ ഉമ്മത്തിനൊക്കെ നബി തങ്ങൾ സാക്ഷിക്കൂലേ? സാക്ഷി നിൽക്കുന്ന ആൾ കാണണ്ടേ? കാണാത്ത ഒരാളെ നിക്കാൻ നിങ്ങൾ സാക്ഷിയാക്കുവോ? ആകോ? കണ്ണാണാത്ത ഒരാളെ സാക്ഷിയാക്കുവോ? സാക്ഷിയാക്കൂല. നിക്കായനല്ല, ഒന്നിനും സാക്ഷിയാക്കൂല. കോടതിയിൽ സാക്ഷി സ്വീകരിക്കോ? നമ്മളെ കോടതിയിൽ, ഇന്ത്യൻ കോടതിയിൽ സ്വീകരിക്കോ? അയാളെങ്ങനെ കണ്ടുവരാ? കണ്ണില്ലല്ലോ. കേൾക്കാത്ത ഒരാളെ സ്വീകരിക്കും. കാഴ്ചയും കേൾവി രണ്ടും വേണ്ട ഷാഹിദിന്. തങ്ങൾ ഇപ്പോഴും ഷാഹിദാണ്. അതാണ് നമ്മളെ വിശ്വാസം, യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ വിശ്വാസം അതാ. അതേ സമയത്ത് മുനാഫിക്കുകളുടെ വിശ്വാസം, മുബത്തദികളുടെ വിശ്വാസം അതല്ല. അവര് ഷാഹിദ് എന്ന് പറഞ്ഞാല് അത് ഒരു ദർശന ചിന്തയുള്ള ആള് എന്നൊക്കെ അർത്ഥം വെക്കും. ഒരു ദാർശനികനാണ് എന്നൊക്കെ. അപ്പൊ പിന്നെ അർത്ഥം കിട്ടാത്ത പ്രശ്നമല്ലല്ലോ, അങ്ങനെയൊക്കെ അർത്ഥം വെക്കും. അഭൗതികമായ ഒരവസ്ഥ വിശ്വസിക്കാൻ അവർക്ക് കഴിയൂല. കേരളത്തിൽ ആദ്യമായിട്ട് ഖുർആൻ പരിഭാഷ ചെയ്തൊരാളുണ്ട്. അയാളെ പേര് പറഞ്ഞ നമ്മൾ വഷളാക്കേണ്ടത്, കാര്യം പറട്ടെ. എഴുതൊരാൾ പരിഭാഷ എപ്പോഴും ഉണ്ട്. അയാളെ ഖുർആനിൽ വന്ന മുഅ്ജിസത്തുകൾ മുഴുവനും ഒരു യുക്തിക്കനുസരിച്ച് അയാൾ വിശദീകരിച്ചിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. കലിമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് വടികൊണ്ട് അടിച്ച് അങ്ങനെ ത്വരീഖൻ യബസൻ, ഉണങ്ങിയ പാതയിലൂടെ അപ്പുറത്ത് കടന്നു എന്നാ ഖുർആൻ പറയുന്നു. ഒരു നിലക്കും പൂണ്ടുപോകുന്ന പേടിയോ ഒന്നുമില്ല. ലാ തഖാഫു ദറകൻ വലാ തഖ്ഷ. നല്ല ത്വരീഖൻ യബസൻ തന്നെ ത്വാഹ സൂറത്തിൽ പറഞ്ഞു. ഉണങ്ങിയ റൂട്ട്, അതതിന്റെ അർത്ഥം. ത്വരീഖ് എന്ന് പറഞ്ഞ റൂട്ട്, യബസൻ ഉണങ്ങിയാണ്. പക്ഷെ അവിടെ ഇയാൾ എന്ത് പറഞ്ഞത്? വലിയൊരു മുഅ്ജിസത്താണല്ലോ. ഇയാള് പറഞ്ഞത് അങ്ങനല്ല. മൂസാ നബി ആ നാടേറ്റൊക്കെ വലിയ പരിചയമുള്ള ആളല്ല, അതിലൊക്കെ നടന്ന് പരിചയമുള്ള, ചെറുപ്പകാലത്തെ മുതൽക്ക് അവിടെ വളർന്നതല്ല. അയാൾ ആ നദിയിൽ ഇങ്ങനെ പോയിട്ട് ആയം കുറഞ്ഞ ഭാഗം എവിടെ നോക്കിയിട്ട് വടി ഇങ്ങനെ കുത്തിപ്പിടിച്ച് അങ്ങനെ നടന്നു വീഴുന്നു.
അങ്ങനെയുണ്ട്. സാധാരണ ഇപ്പൊ നമ്മൾ പുഴ വിട്ടെടുക്കുമ്പോ ചെയ്യല്ലേ, ഒന്നിങ്ങനെ നോക്കും ഇത്ര ഉണ്ടായ. ഒരു പുഴയും തോടൊക്കെ വിട്ടെടുക്കുമ്പോ ഇതിന് നടക്കാൻ പറ്റും, നീന്താൻ അറിയില്ല. അപ്പോ അങ്ങനെ അങ്ങോട്ട് ആ നാടൊക്കെ പരിചയമുള്ളതുകൊണ്ട് മുസാനബി നടന്നു പോയതാണ്. എന്താ അത് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ കുഴപ്പം. ഈ മ്യൂസിയത്ത് വിശ്വസിക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവരിലൂടെ വെള്ളം കൊടുത്തിട്ടുണ്ട്, ആയിരങ്ങൾക്ക് കൊടുത്തിട്ടില്ലേ? സ്വഹീഹ ഹദീസ്. അത് അംഗീകരിക്കോ ഒരു വിദേഹത്തുകാരൻ? അംഗീകരിക്കൂല. അതെ, അതിന്റെ അർത്ഥതല്ല. മരുഭൂമിയിൽ എവിടെ വെള്ളമുണ്ട് എന്ന് ആ ഭൂമിന്റെ കിടപ്പനുസരിച്ച് തങ്ങൾക്കറിയാം. അപ്പൊ തങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ജനങ്ങളോടൊന്നും ഇങ്ങനെ മാന്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, അവിടെ വെള്ളം പൊട്ടിino ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെ കൈയോണ്ട് ആ വെള്ളം ഇങ്ങനെ കോരി കൊടുത്തിട്ടുണ്ടാവും, ആൾക്കാർ കുടിച്ചിട്ടുണ്ടാവും. അതെങ്ങനെങ്കിലും ഒന്ന് വ്യാഖ്യാനിക്കണ്ടേ? അതെന്താ? അവർക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാഗികമായിട്ടേ വിശ്വസിക്കാൻ അവർക്ക് കഴിയുള്ളൂ. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, താബിഈകൾ വിശ്വസിച്ചതുപോലെ, ഇമാമുകൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് ഇത്ര കഴിയും, തങ്ങളൊരു സന്ദേശവാഹകനാണ് എന്ന് വിശ്വസിക്കാൻ. കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരെ മുനാഫിഖീങ്ങളെ നേതാവിന്റെ സ്വഭാവം അങ്ങനല്ലേന്നു. മദീനയിലെ മുനാഫിഖിന്റെ നേതാവാരാ? അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വം വിശ്വസിക്കുന്നതിൽ ആള് വളരെ പിറകിലാണ്. അതുകൊണ്ടാണ് നബിതങ്ങളെ എതിർത്ത് പറഞ്ഞപ്പോ കുടുംബക്കാരൊക്കെ പറഞ്ഞു അങ്ങനെ എതിർത്ത് ശരിയായില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിട്ടൊന്ന് മാപ്പ് ചോദിക്കണം. സാധാരണ നമ്മൾ പറയും, നമ്മളിപ്പോ നാട്ടിലെ ഒരു നമ്മളെ നാട്ടിലെ നേതാവിനോട് കുറച്ച് കലി കയറിയിട്ടാണ് സംസാരിച്ചു നോട്ടിയുള്ളൂ. അപ്പൊ കുടുംബക്കാരൊക്കെ പറയും സംഗതി പറഞ്ഞ് ശരിയൊക്കെ തന്നെ, പക്ഷെ അയാളോട് അങ്ങനെ പറയണ്ടില്ലായിരുന്നു, ഒന്ന് റെഡിയാക്കി പോരെന്ന് പറയും. കുടുംബക്കാർ അബ്ദുല്ലാഹി ബിൻ ഉബൈനോട് പറഞ്ഞു, അത്തരത്തിൽ നീ പറഞ്ഞ ശരിയായില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പോയിട്ടൊന്ന് മാപ്പ് ചോദിക്കണം. എന്നാൽ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് നബി തങ്ങൾ മാപ്പ് ചോദിക്കും, അള്ളാഹു പുറത്തുതരും. ഇതുപോലും വിശ്വസിക്കാൻ അബ്ദുല്ലാഹി ബിൻ ഉബൈന് കഴിയില്ല. അതാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ പറഞ്ഞത്, നിങ്ങൾ എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു, നിസ്കരിക്കാൻ പറഞ്ഞു ഞാൻ നിസ്കരിച്ചു, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ സക്കാത്ത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യാനാ, എന്നതിന് കിട്ടൂല. സുജൂദ് ചെയ്യാൻ ഇവിടെ ആരോ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ ചോദിക്കാന്നുള്ളത് അവിടെ പോയിട്ട് നടക്കൂല. കണ്ട, തങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കും, അപ്പൊ പുറത്ത് കിട്ടും, കാരണം ചോദിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അതൊന്നും വിശ്വസിക്കാൻ കഴിയൂല. അതന്നെയാണ് ഇപ്പോഴും ഉള്ള പ്രശ്നം. രൂപഭാവങ്ങളും ഭാഷയൊക്കെ ഒന്ന് മാറിയെന്നുള്ളൂ, വേറെ ഒന്നും മാറിയിട്ടില്ല. അത്രയേ ഉള്ളൂ. രൂപഭാവങ്ങളും ഭാഷകളൊക്കെ മാറി പ്രസംഗിക്കുമ്പോ ചിലപ്പോൾ കാടും നാടും പിന്നെ ഗാലക്സികളൊക്കെ ഒന്ന് പറയും, കൂട്ടത്തിൽ ഇടയിൽ കൊടുത്തും, അതത്രേ മാറിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഒന്ന്. അങ്ങനെയുള്ള ആളുകൾക്കും ആ ദുഹാന് വലിയ സഞ്ചാരം ഉണ്ടാക്കും. കാഫിറിന് മാത്രമല്ല മുനാഫിഖിനും. അതിൽ നിന്ന് ഒഴിവ് മുഅ്മിൻ മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഒരു വാൽനക്ഷത്രം പുറപ്പെട്ടത് കണ്ട് രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അവരൊക്കെ ദുഹാനെ കണ്ടത് അന്നാണത്, മഹാനവറുകൾ ജീവിക്കുന്ന കാലത്ത്. ഇന്ന് വാൽനക്ഷത്രം പോയാൽ നമ്മളത് പകർത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കുള്ളൂ. അല്ല, അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കി. അവരെത്ര ചിന്തിച്ചു, എത്ര ആലോചിച്ചു. പടച്ചോനെ, ഇതാകോ ഖുർആനെ പറഞ്ഞ ദുഹാൻ? മേൽഭാഗത്തു നിന്നാണ് അത് വരലും, മേൽഭാഗത്തന്നെ അത് കണ്ടത്. വല്ലാത്തൊരു പേടിയിലാണ് അവർ കണ്ടത്. സുബ്ഹാനല്ലാഹ്. ഈ ദുഹാനിന്റെ വർത്തമാനം പറഞ്ഞു. ഇനി വേറൊരു അടയാളം പറയട്ടെ. ഒരു വല്ലാത്ത തീ വരാനുണ്ട്, ഒരു പെരുന്തി. ആ 10 ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീ വരാനുണ്ട്. ആ തീ എവിടുന്നാ വരാന്നറിയോ? സയഖുറുജു നാറുൻ മിൻ ഹളർമൗത്ത്. ഹളർമൗത്തിൽ നിന്ന്. ഹളർമൗത്ത് പറഞ്ഞാൽ എവിടെ? യമനിൽ അമ്പറത്തുപ്പാപ്പാന നാടാ ഹളർമൗത്ത്. അവിടുന്നാ വന്നത്. ഹളർമൗത്തിൽ നിന്ന് ഒരു തീ വരും. ഖബല യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളാകുന്നതിന്റെ മുമ്പ്. തഹ്ശുറുന്നാസ്. ആ തീ ഇങ്ങനെ വരുമ്പോ ഓരോ നാട്ടിലുള്ള ആളുകൾ ഇങ്ങനെ തള്ളി തള്ളി പോകും. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി ചോദിച്ചതാ. ഞങ്ങളോട് എന്താ കൽപ്പിക്കുന്നത്? തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിശാം, നിങ്ങൾ എവിടെ നിൽക്കണ്ട, ഷാമിലേക്ക് പോകണം. നമ്മളോടൊക്കെ ഇവിടെ ഇങ്ങനെ കൂടണ്ട, അവിടെ പോണം. ചില ഹദീസുകളിൽ പറയുന്നു, ആ തീ ജനങ്ങളെ കൊണ്ട് ഒരുമിച്ച് കൂട്ടും, അവരെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടും.
ചില ഹദീസിൽ പറയുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹിജ്റ പോയ സ്ഥലമാണല്ലോ ഷാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളൂ. ഷാമിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോയത്. എത്ര പ്രബോധനം നടത്തിയിട്ട് നമ്രൂദും കൂട്ടരും സ്വീകരിക്കാൻ ഹിജ്റ പോയതാണ്. ആ ഹിജ്റ ഷാമിലേക്കാ പോയത്. ആ ഷാമിൽപ്പെട്ട സ്ഥലമാണ് ഫലസ്തീൻ. അവിടെ ഉള്ള ജബൽ സൈത്തൂനിലാണ് മഹാനവറുകൾ അന്തിയുറങ്ങുന്നത്. ഷാമിൽപ്പെട്ടതാണ് ഫലസ്തീനൊക്കെ. അവിടെ ജബലുത്തൂറൊക്കെ ഷാമിൽപ്പെട്ടതാണ്. അങ്ങോട്ട് നീങ്ങാനാ പറയുന്നത്. ആ ഷാമ് തന്നെയാണ് മഹ്ശർ എന്നുണ്ട് ഹദീസിൽ. അർളുൽ മഹ്ശർ അർളുൽ ഷാം. മഹ്ശർ എന്നുള്ള ഭൂമി അത് ഷാം ഭൂമിയാണ്. ഷാം ഭൂമിയിലെ നമ്മള് സാധാരണ കേൾക്കല്ലേ സഹാറ മരുഭൂമി. അത് എത്ര ഉണ്ടെന്ന് കരുതി? സഹാറ മരുഭൂമി എത്ര ഉണ്ട് സഹോദരങ്ങളെ? അർളു സഹറ എത്രയുണ്ട്? സഹാറ മരുഭൂമി ഇഷ്ടം പോലെയുണ്ട്. അവിടെയുള്ള കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളും ജനവാസങ്ങളും ഒഴിവാക്കിയാൽ പിന്നെയും വികസനമുണ്ട്. ആളുകൾക്ക് നിൽക്കാൻ മാത്രം അത്രയും ഇടമുണ്ട്. ഒരു മഹ്ശർ തന്നെ ഉണ്ട്. കുറച്ചൊന്നല്ല ഉള്ളത്. സഹാറ മരുഭൂമി ഇഷ്ടം പോലെ ഉണ്ട്. ആ ഭാഗത്തേക്ക് ജനങ്ങൾ അടുപ്പിക്കും. അവിടെ പോയിട്ട് ആളുകൾ താമസിക്കും. പക്ഷേ ഈ തീ വരുമ്പോ പോകാൻ കഴിയാത്തവരുണ്ടോ? ഉണ്ട്. ഭൂമിയിലെ ദുഷ്ടവിഭാഗം ജനങ്ങൾ അവിടെ ശേഷിക്കും. അവരെ ഭൂമി അവരെ വലിച്ചെറിയും. ഈ തീ അവരെ ഒരുമിച്ച് കൂട്ടും. പിന്നെ അവർ ഒരുമിച്ച് കൂടുന്ന കുരങ്ങന്മാരുടെ കൂടെയും പന്നികളുടെ കൂടെയുമാണ്. ആ തീ ഒരു ദിവസം കൊണ്ട് കെട്ടുപോകുന്ന തീയല്ല. അള്ളാഹു അയക്കുന്ന തീ കിഴക്കുള്ള ആൾക്കാരുടെ അടുത്തേക്കല്ല തീയേർക്കും. ആ കിഴക്കുള്ള ആളുകളൊക്കെ മഗ്രിബിലേക്ക് ഇങ്ങോട്ട് ഒരുമിച്ച് കൂടും. അവരെവിടെ രാപ്പാർക്കുന്നോ ഈ തീയും അവിടെയുണ്ട്. അടുക്കും ആളുകൾ ഇങ്ങനെ മാറൂലേ? തീ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ പഴയ കാലത്തൊക്കെ ആളുകൾ പറയുന്നുണ്ട്, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, ഒരു പൊട്ടിച്ചേത്താൻ വരുന്ന വരവ് എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു വരവുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓടിയ സ്ഥലം അറിയില്ല, പിന്നെ ചെരുപ്പും നോക്കൂല, ഒന്നും നോക്കൂല, എവിടെ എത്തിയെന്നേ ലാസ്റ്റ് നോക്കൂല. ഇത് വല്ലാത്തൊരു തീയ, സംഭവബഹുലമായ തീയാണ്. ആ തീ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ പോകും, ഓരോ ഭാഗത്തേക്ക് പോകും. അവര് ഖൈലൂലത്ത് ഇറങ്ങുമ്പോ അവിടെ ഈ തീ ഉണ്ടാകും. തീ അങ്ങനെ വിട്ടുപിരിയില്ല. അങ്ങനെ ജനങ്ങളെ മഹ്ശറിലേക്ക് തള്ളി നീക്കുന്ന, ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അങ്ങനെ നീക്കുന്ന ഒരു തീ എല്ലാ ഭാഗത്തുള്ള ആളുകളെ, മുഅ്മിനീങ്ങളും മറ്റൊക്കെ, മുഅ്മിനീങ്ങളൊക്കെ ഷാമിലേക്ക് അങ്ങോട്ട് നീങ്ങും. അവരെ പോക്കൊക്കെ പോകും. ഇവിടെ പിന്നെ ബാക്കി ഉണ്ടാകുന്നത് ആകെ കുറഞ്ഞ ആളുകൾ ഇവിടെ ബാക്കിയാകും. തീ ബാക്കി നിർത്തുന്ന കുറഞ്ഞ ആളുകളെയാണ്. അവര് രാവിലെയും വൈകുന്നേരമായാലൊക്കെ അവരങ്ങനെ നിൽക്കും. പോയ ആളുകളെ കുറിച്ച് അവരിങ്ങനെ സംസാരിക്കും. മറ്റേയാള് പോയി, മറിച്ചയാള് പോയി, മറ്റേയാള് പോയി, ഇങ്ങനെ അവരങ്ങനെ പറയും. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പോകും. ആ ഒരു തീയും ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ആ തീയും. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് തുലൂഉ ശംസ് മിനൽ മഗ്രിബ്. പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുക, ഉദയം ചെയ്യുക. പടിഞ്ഞാറിൽ നിന്നുള്ള സൂര്യോദയം അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏകദേശം അവസാനായി. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഒരു തർത്തീബുണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ. ആ തർത്തീബിൽ മഹാനവറുകൾ എണ്ണുന്നത് സൂര്യോദയം അവസാനത്തായിട്ട്. കാരണം ആ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, തൗബയുടെ ബാബ് അടക്കപ്പെട്ടു പോയി. തൗബയുടെ ബാബ് അടക്കപ്പെടുമ്പോ രണ്ട് കൂട്ടം ആളുകൾ രണ്ട് രൂപത്തിൽ നിൽക്കണം. ഒന്ന്, വിശ്വാസമുണ്ട്, സുഹൃതങ്ങളോടുകൂടെ തിന്മകൾ ചെയ്തിട്ടുണ്ട്, തൗബക്ക് ആവശ്യമായ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുവരെ തൗബയിലേക്ക് ഒരുങ്ങാത്തവൻ ആ നിന്നപ്പിൽ നിൽക്കണം, പിന്നെ തൗബ നടക്കൂല. തീരെ വിശ്വസിക്കാത്തവൻ വിശ്വസിക്കാൻ വെമ്പൽ കൊള്ളും. സൂര്യന്റെ ഉദയം അവിടെ നിങ്ങൾ മാറുമ്പോ, അല്ല എന്തിനാ ഇപ്പൊ പടിഞ്ഞാറെന്നുള്ള ഒരു സൂര്യനെ ഉദിപ്പിക്കണം? അല്ല, അങ്ങനെ ചോദ്യമല്ല. പടിഞ്ഞാറിന്ന് എന്തിനാ സൂര്യ ഉദിക്കണം? നവീനെ തെക്കുന്നോ വടക്കുന്നോ ഒന്നും ഇല്ല. പടിഞ്ഞാറിന്നൊരു സൂര്യ ഉദിക്കേണ്ട ആവശ്യം ഉണ്ട്. അങ്ങനെ നേരത്തെ ഒരാളോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംവാദം നടത്തിയപ്പോ അങ്ങനെ ഒരു സംവാദം നടന്നിട്ടുണ്ട്. അതിലാണ് അയാൾ തോറ്റുപോയത്.
ഒരു ധിക്കാരികളിൽപ്പെട്ട ആളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സംവദിച്ചത് ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബിയല്ലദീ യുഹ്യീ വ യുമീത്, എന്റെ റബ്ബ് ഹയാത്തും മൗത്തും ഒക്കെ നൽകുന്ന റബ്ബാണ്. അപ്പൊ അയാള് പറഞ്ഞു, അന ഉഹ്യീ വ ഉമീത്, ഞാനും നൽകും. നിങ്ങൾക്കാണ് ഞാൻ മൗത്തും ഹയാത്തും നൽകുന്നത്. വധശിക്ഷക്ക് വിധിക്കപ്പെട്ട രണ്ടാൾക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാളെ കൊന്നു, മറ്റേ ആളെ വിട്ടു. അപ്പൊ ഇയാള് പറയാണ്, ഞാൻ അയാൾക്ക് ഹയാത്തും കൊടുത്തു, ഇയാൾക്ക് മൗത്തും കൊടുത്തു വന്നു. ഇങ്ങനെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. കടിയോ നിനക്ക്? എല്ലാവരും ഒന്ന് കാണട്ടെ, നീ റബ്ബാണെന്ന് ആൾക്കാർ വിശ്വസിക്കട്ടെ. എന്റെ റബ്ബ് അല്ലാഹു തആല സൂര്യനെ കൊണ്ടുവരുന്നത് മശ്രിഖിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്. നാളെ മുതൽ നീ മഗ്രിബിന്ന് കൊണ്ടുപോകാൻ. ഫബുഹിതല്ലദീ കഫർ. അപ്പോൾ പരാജയപ്പെട്ടു. അതാ കഴിയൂല, തോറ്റുപോയി. മറ്റേ വാദത്തിലാണ് ജയിച്ചു എന്ന് തോന്നിപ്പിച്ച ജയിച്ചിട്ടില്ല, അത് വേറെ വിഷയം. കാരണം ഹയാത്തും മൗത്തും നൽകുക എന്ന് പറഞ്ഞാൽ അതിനല്ല പറഞ്ഞത്, അത് ഇല്ലായ്മയിൽ നിന്ന് അതുമുന്ന് കൊടുക്കണം. പക്ഷെ അതൊരു പൊട്ടീസാണ്. ഒന്നുമില്ലെങ്കിൽ ലാസ്റ്റ് പറയാനുള്ളതാണല്ലോ ഈ പൊട്ടീസ് എന്നാണ് വർത്തമാനം. അതാ ചെയ്തത്. ഈ സംവാദങ്ങളെ സ്റ്റേജിലൊക്കെ കിതാബുകളിലൊക്കെ എണ്ണിയിട്ടുണ്ടല്ലോ, സഫ്സിത്ത എന്ന് പറഞ്ഞ സാധനം. പൊട്ടീസ് എന്നതിന് പറയാം, ചിലപ്പോ ഊലൂത്താന്നും പറയും. അത് ലാസ്റ്റ് ഇനി വേറൊന്നും പറയാനില്ലെങ്കിൽ പറയാൻ പറ്റുന്ന മാറ്റർ എന്നാണ്. ഒന്നും പറയാനില്ലെങ്കിൽ ലാസ്റ്റ് പറയാൻ പറ്റിയെന്ന് അതിലാണ്. അത് ആ വാദം ശരിയല്ല. പക്ഷെ തൽക്കാല ഒരു ആശ്വാസത്തിന് ജയിച്ചു എന്ന് പറയാം. എന്നാ പിന്നെ നാളെ മുതൽ നീ ഒരു പണി ചെയ്യും, മഗ്രിബിന്ന് സൂര്യനെ കൊണ്ടുപോവാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവനോട് ചോദിച്ചൊരു ചോദ്യം, അങ്ങനെ ഒരു കഴിവ് ഇനി ആർക്കും ലോകത്ത് കഴിയൂല, മശ്രിഖിന്നേ വരുള്ളൂ എന്ന് പ്രകൃതിവാദികൾ, യുക്തിവാദികൾ. സൂര്യൻ എന്തായാലും ഉടനെ വരുള്ളൂ. അത് ശക്തി പ്രാപിക്കുന്ന ലാസ്റ്റ് ഘട്ടാകുമ്പോഴേക്കും നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, നിർമ്മിതവാദികളൊക്കെ അവര് പറയും, ഏയ് അത് നിങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കൂല മല്യരെ, സൂര്യൻ മശ്രിഖിന്നേ വരുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ കിടപ്പ് ശരിയാവില്ല, ഘടന ശരിയാവില്ല, ലോകത്തിന്റെ അവസ്ഥകളൊക്കെ മാറും. അവസ്ഥ മാറുമല്ലോ, മാറ്റണല്ലോ അള്ളാഹു തആല. അപ്പൊ അള്ളാഹു അതിനൊരു മറുപടിയായിട്ട് വൈന്നൽ മുൽഹിദീന വൽ മുനജ്ജിമീന, ഖുതുബിമാവ് പറയുന്നു, നിരീശ്വരവാദികൾ, അതുപോലെ തന്നെ നക്ഷത്ര ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന ജ്യോത്സ്യന്മാര്, അവരും എല്ലാവരും യുൻകിറൂന ദാലിക, ഒരിക്കലും മഗ്രിബിന്ന് സൂര്യൻ വരാൻ സാധ്യതയില്ല, നടക്കൂല എന്ന് അവർ നിഷേധിക്കും. എന്നിട്ട് അവര് പറയും ഹുവ ഗൈറുക, ഇന്നത് അസംഭവ്യമാണ്. അപ്പൊ അല്ലാഹു തആല ഒരു ദിവസം മഗ്രിബിന്ന് അങ്ങോട്ട് ഉദയം ചെയ്ത് കാണിപ്പിച്ചു കൊടുക്കും. ഈ വിമർശകർക്ക്, നിഷേധികൾക്ക് അല്ലാഹുവിന്റെ ഖുദ്റത്ത് കാണിച്ചു കൊടുക്കാൻ റബ്ബ് തആല ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചതുപോലെ നടക്കും. എവിടുന്നാണോ ഉദിപ്പിക്കേണ്ടത് അല്ലാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരും. ഇരിക്കട്ടെ, ആ ഉദയം വരലോടെ, ഉദയം വരുന്ന സമയത്ത് ചില മഹാന്മാര് പറഞ്ഞു, ഈ ഉദയമാണോ അല്ല ദാബത്തുല്ലറിലാണോ ആദ്യം വന്നത് എന്നറിയില്ല, അത്രയും അടുത്തായിരിക്കും എന്ന് പറഞ്ഞാൽ ദാബത്തുല്ലറിൽ വന്ന് ഇന്നലെ വന്നത് അല്ല കഴിഞ്ഞ ആഴ്ച വന്നത്, ആ രൂപത്തിൽ വന്ന് കാലതാമസല്ലാതെ വരുന്ന ഒരു സംഗതിയാണ് തുലൂഉ ശംസു മിനൽ മഗ്രിബ്, പടിഞ്ഞാറിൽ നിന്ന് സൂര്യോദയം. അത് വന്നു കഴിഞ്ഞാൽ, അത് വരുന്ന ആ സമയത്ത് കുറ്റകൃത്യങ്ങളൊക്കെ അധികരിച്ച് ഭൂമിയിൽ നന്മയൊക്കെ പോയി നന്മ കൽപ്പിക്കാൻ ആരില്ല, അനാവശ്യങ്ങളൊക്കെ പെരുകി കണക്കില്ലാത്ത രൂപത്തിൽ, അറ്റമില്ലാത്ത രൂപത്തിൽ തടയാനോ പറയാനോ ആരുമില്ല. ആ രൂപത്തിൽ വരുന്ന ഒരു സന്ദർഭം വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ തടഞ്ഞു വെക്കും. സൂര്യനെ തടഞ്ഞു വെക്കും. ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂര്യൻ ഉദിക്കുന്നത് അള്ളാഹുവിന്റെ ഇതിന് വാങ്ങിയിട്ടാണ്, ഓർഡർ വാങ്ങിയിട്ടാണ്. എല്ലാ ദിവസവും, ഇന്നും നാളെ ഒക്കെ ഉദിക്കുന്ന അങ്ങനെ അള്ളാഹുവിന്റെ ഇതിന് വാങ്ങിയിട്ടാണ്. ആ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും. സൂര്യനെ തടഞ്ഞു വെച്ച് അള്ളാഹുവിനോട് സമ്മതം ചോദിക്കുമ്പോൾ അള്ളാഹു തആല മറുപടി പറയില്ല. രണ്ടാമത്തെ ദിവസവും മറുപടി കൊടുക്കില്ല. മൂന്നാമത്തെ ദിവസവും അങ്ങനെ തന്നെ. നാലാമത്തെ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയും, റബ്ബ് തആല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, സൂര്യനോടും ചന്ദ്രനോടും, അൻ തർജിഅ ഇലാ മഗാരിബികുമാ, നിങ്ങൾ മഗ്രിബിലേക്ക് മടങ്ങണം, പാശ്ചാത്യൻ പടിഞ്ഞാറിലേക്ക് മടങ്ങണം, എന്നിട്ട് അവിടുന്ന് ഉദിക്കണം. വഅന്നഹു ലാ ലൗഅ ലകുമാ ഇൻദനാ വലാ നൂർ, ഇന്നത്തെ ഈ കിരണങ്ങളും ഈ വെളിച്ചവും ഈ പ്രകാശവും ഉണ്ടാകൂല എന്നാണ്.
ഒരു കറുത്തിരുണ്ട രൂപത്തില് ആളുകളൊക്കെ ഉദിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഉദിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ഉദയായിരിക്കുന്നു. ലാ ലൗ അലിശംസ് വലാ നൂറ ലിൽ ഖമർ. ഒരു ഗ്രഹണം ബാധിക്കുമ്പോൾ ഒരു അവസ്ഥല്ലേ, അതേ രൂപത്തിൽ മൂടലുണ്ടാകും. അങ്ങനെ വരും. ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട് വജുമിഅ ശംസു വൽ ഖമർ എന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു. അതങ്ങനെ ഉദിക്കും. ഉദിക്കുന്ന ആ രംഗം കാണുന്ന സമയത്ത് ശേഷിക്കുന്ന ആളുകളൊക്കെ വിശ്വസിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന, ഇനി വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇനി വിശ്വസിച്ചിട്ട് കാര്യം പോക്കാണ്. കാരണം സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കാന്നൊക്കെ കുറെ പറഞ്ഞു കേട്ടപ്പോ സംഗതി അതും നടന്നല്ലോ. വിശ്വസിക്കല്ലാതെ രക്ഷയില്ല ലാസ്റ്റ് ഘട്ടത്തിലേക്ക്. പക്ഷെ അപ്പോഴേക്ക് തൗബയുടെ ബാബ കടക്കപ്പെട്ടു പോയി. ഇനി തൗബയുടെ ബാബില്ല. ഇനി മനുഷ്യന്മാരുടെ അവസ്ഥകളൊക്കെ തകിടം മറിഞ്ഞുപോയി. സൂര്യൻ ഉദിക്കുമ്പോ ഒരു ശരീരത്തിനും ഈമാൻ ഉപകരിക്കൂല എന്ന് പറയാൻ കാരണം അവരെ കൽബിൽ നിന്നുള്ള എല്ലാ തരം ഇഖ്ലാസുകളും കെട്ടുപോയി. ഇനിയിപ്പോ ആ മനസ്സിന്റെ കൂടെയുള്ളത് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ്. നല്ലോണം സ്വീകരിക്കാനുള്ള ശക്തിയും ഒക്കെ പോയി. മനുഷ്യൻ ഒരു മരണം ഹാജരായ ആളുടെ അവസ്ഥയിൽ ഉണ്ടാകും. അങ്ങനെ പേടിയും ഒക്കെ കൂടിയിട്ട്, വെപ്രാളൊക്കെ കൂടിയിട്ട് ഇനി എന്തും പറയാ, എങ്ങനെയും വിശ്വസിക്കാന്നൊക്കെ ചിന്തിക്കുന്ന ഒരു നേരം ഉണ്ടല്ലോ, ആ ഒരു നേരം പോലെ ഉണ്ടാകും. അങ്ങനത്തെ നേരത്തെ തൗബ ചെയ്തിട്ട് എന്താ കാര്യം? അതേപോലെ ബേജാറിന്റെ ഒരു നേരാണ് റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന നേരം. ആ നേരത്തും ആളുകൾ വെപ്രാളപ്പെടും, താല്പര്യപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ താല്പര്യപ്പെടും. അതിനു വേണ്ടി ഒരു പക്ഷേ ആളുകൾ പലപ്പോഴും അപേക്ഷിക്കും. മുമ്പ് കാലത്തൊക്കെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മലക്കുൽ മൗത്തിനോട് അപേക്ഷിച്ച കുറെ ആളുകൾ മലക്കുൽ മൗത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോഴേ ഒരു സെക്കൻഡ് ഒരു സമയം തരണം, ഇവിടെ കുറച്ച് സമ്പത്തുണ്ട്, അതൊന്ന് വിതരണം ചെയ്യാൻ വേണ്ടി ഒന്ന് പറയാനാണ്, ഇതുവരെ നേരം കിട്ടിയിട്ടില്ല. ഗസാലി ഇമാമത്തുകൾ പറയുന്നു, നേരം കിട്ടിയിട്ടില്ല എന്ന് അയാൾ പറയുമ്പോഴേക്ക് അയാളെ നിധിശേഖരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നീ കള്ളമാ പറഞ്ഞു, ഞങ്ങൾ ഇത്ര വർഷമായതിന്റെ ഉള്ളില്, ഇത്ര വർഷമായതിന്റെ ഉള്ളിൽ, ഇത്ര മാസമായതിന്റെ ഉള്ളിൽ നേരം കിട്ടിയില്ല. അസ്രായേൽ അലൈഹി ഇസ്ലാം ഉറപ്പ് കണ്ടില്ലേ? നിങ്ങൾ പറയുന്ന നേരെ ഇതിൽ ഇനി നിങ്ങളെ പിടിക്കാന്നുള്ളൊരു മാർഗ്ഗമുള്ളൂ, കഴിഞ്ഞു. അതാണ് ഗർഗറത്തിന്റെ അവസ്ഥ. ലാസ്റ്റ് ഘട്ടത്തിലല്ലേ ഫിറഔനും പറഞ്ഞത്. ഫിറഔൻ എത്ര നീണ്ട ഈമാനാ പറഞ്ഞത്. സൂറത്ത് യൂനുസിൽ കാണാം, ചെറിയ ഈമാനൊന്നല്ല. ആമന്തു ബിഅന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീല വഅന മിനൽ മുസ്ലിമീൻ. അല്ലാഹ്, വെള്ളങ്ങനെ കുടിച്ചിട്ട് അങ്ങേയറ്റത്തെത്തിയപ്പോ പറയാം വിശ്വസിച്ചു എന്നാണ്, നിർത്തിയില്ല. എങ്ങനെ പറഞ്ഞു? ബിഅന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. നീണ്ട പറച്ചില. ബനൂ ഇസ്രായീൽ വിശ്വസിച്ച വേറൊരു ഇലാഹു ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു ഇലാഹില്ലേ, ആ ഇലാഹിനെ കൊണ്ടാണ് വിശ്വസിച്ചത്. അത് കേട്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചാൽ, ആന ഇപ്പോഴാണ് നേരായത്? ഇപ്പോഴാണോ സമയമായത്? എത്ര നിനക്ക് വേദാന്തം ഓതി തന്നിട്ടുണ്ട്, അപ്പോഴൊക്കെ നീ ധിക്കാരിയായി നടന്നു. വകുന്ത മിനൽ മുഫ്സിദീൻ, അപ്പോഴൊക്കെ നാശകാരികളിലായിരുന്നു നീ നടന്നിരുന്നത്. ഇപ്പൊ അങ്ങോട്ട് ലാസ്റ്റ് ഘട്ടത്തിലെത്തിയപ്പോ നിനക്ക് തോന്നി വിശ്വസിക്കണം, നീ സമയം കഴിഞ്ഞില്ലേ? അതേപോലൊരു സമയം കഴിയും. ഇവിടെയും സൂര്യന്റെ ആ ഉദയം നടക്കുമ്പോ മഗ്രിബിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തൗബയുടെ കവാടങ്ങളൊക്കെ അടക്കപ്പെട്ടുപോയി. ആളുകൾ മുഴുവനും കുടുങ്ങുന്നൊരു നേരമാണ്. അന്ന് മുസ്ലിമാകാൻ കുറെ ആളുകൾ വെമ്പൽ കൊള്ളും, തൗബ ചെയ്യാനും കുറെ ആളുകൾ തുനിയും. അവർ തൗബ ചെയ്യാൻ തുനിഞ്ഞിട്ട് നേരത്തെ അവരതിനു വേണ്ടി റെഡിയായി വരും. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ഈ അടയാളങ്ങളുടെ തർത്തീബുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് മഹാനവറുകൾ പറയുന്നു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദജ്ജാലിനെയും കൊന്നുകഴിഞ്ഞാൽ മഹാനവറുകൾ മക്കയിലേക്ക് പുറപ്പെടും. പിന്നെ യഅ്ജൂജ് മഅ്ജൂജിന്റെ വരവുണ്ടാകും. അതും കഴിഞ്ഞാൽ ഹജ്ജും കാര്യങ്ങളൊക്കെ നിർവഹിക്കും. പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ വഫാത്ത് നടക്കും. അതിനുശേഷം ജനങ്ങൾ പരിഭ്രരായിട്ട് കാര്യങ്ങൾ എന്തൊക്കെ ആകണം, എന്തൊക്കെ ചെയ്യണമെന്ന് തിരിച്ചറിയാതെ ആളുകൾ അങ്ങനെ ജീവിക്കും. മഹാനവറുകൾ പറഞ്ഞു, ഫയർജു അക്തറു അഹ്ലിൽ ഇസ്ലാം ഇലൽ കുഫർ. ഈസാ നബിന്റെ മൗത്തിന് ശേഷം മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും കുഫറിലേക്ക് തിരിച്ചു പോകും, മടങ്ങും. നേരത്തെ അവർ വിശ്വസിച്ച് വന്നവരാണ്. ഈസാ നബിന്റെ മുന്നില് ദലാലത്തിലേക്ക് അവർ പോകും.
അവിടെയുള്ള കുറെ കാഫിരീങ്ങളിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കും. അങ്ങനെയുള്ളൊരു കാലം മുന്നോട്ട് പോകുമ്പോ സൂര്യൻ മഗ്രിബിൽ നിന്ന് ഉദയം ചെയ്യും. ആ ഉദയം ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ഖിയാമത്ത് നാൾ നടക്കുകയല്ല. പിന്നെ സങ്കടകരമായ പല ഘട്ടങ്ങളും കാണാനുണ്ട്. പിന്നെ കാണുന്നൊരു സങ്കടമാണ്, കഅബ പൊളിക്കാൻ വേണ്ടി ഹബശികൾ വരുന്നൊരു നേരം. പൊളിക്കാൻ വേണ്ടി വരും. തഖ്രീബുൽ കഅബ ലാസ്റ്റ് ഘട്ടത്തിൽ നടക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ആ കഅബ പൊളിക്കാനുള്ള ഘട്ടത്തിലേക്ക് അവർ വരുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാനുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു തആല യമനിൽ നിന്ന് നല്ലൊരു കാറ്റിനെ അയക്കുന്നതാണ്. റീഹൻ ത്വയ്യിബ. അത് ഈമാനുള്ള മനുഷ്യന്റെ കക്ഷത്തിന്റെ ഭാഗത്തും മൂക്കിന്റെ ഭാഗത്തും ഒക്കെ എത്തുമ്പോ ഫതഖ്ബിദു റൂഹ കുല്ലി മുഅ്മിനിൻ വ മുസ്ലിം. അതോടെ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളൊക്കെ പിരിയും. പിന്നെ ഇവിടെ ബാക്കിയുള്ളതാരാ? യബ്ഖാ ശിറാറുന്നാസ്. ദുഷ്ടജനങ്ങൾ ഇവിടെ ശേഷിക്കും. ഫഅലൈഹിം തഖൂമുസ്സാഅ. ബാക്കിയുള്ള അടയാളങ്ങളൊക്കെ സംഭവിക്കുന്നത് ഖിയാമത്ത് നാളില്. പിന്നെ ആകാശഗോളം ചുരുട്ടപ്പെടുന്നതും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതും അങ്ങനെ കുറെ സംഭവം പറയുന്നുണ്ടല്ലോ. ഇദ ശംസു കുവ്വിറത്, അതൊക്കെ അവരിലാണ്. ലാസ്റ്റ് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഊത്തും നടക്കുന്നത് ഇവരിലാണ്. ഒന്നൊന്നും മുഅ്മിനീങ്ങളില്ല. അതിന്റെ മുമ്പ് മുഅ്മിനീങ്ങൾ അല്ലാഹു തആല കൊണ്ടുപോകും. ശിറാറുന്നാസ് ബാക്കിയാകും. അവരിങ്ങനെ നടന്ന് ഒച്ച വെക്കും. തഹാറുജൽ ഹുമുരി, കഴുതകൾ ഒച്ച വെക്കും പോലെ ഒച്ച വെക്കും. അവരിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അടയാളങ്ങൾ വിശദീകരിച്ചിട്ട് പിന്നെ കുറെ ബാക്കി ഉണ്ടാകൂല. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഈ ദുഷ്ടജനങ്ങൾ മാത്രമാണ്. അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നതിൽ സങ്കടകരമായ ഒന്നാണ് കഅബയുടെ തകർച്ച. ഓരോ കല്ല് കല്ലായിട്ട് അവരെടുത്തു മാറ്റും. ആ കല്ല് മുഴുവനും കടലിൽ കൊണ്ടുപോയി എറിയും. എന്നിട്ട് പിന്നെ ഇവിടെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ നടക്കും, അരാജകത്വങ്ങൾ നടക്കും. പിന്നെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ പോവുകയാണ്. തുലൂഉ ശംസിന് ശേഷം ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, മഗ്രിബിൽ നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആളുകൾ താമസിക്കുന്ന കാലാവധിയെ പറ്റി പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു 120 വർഷം അത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും. 120 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത്, സൂര്യന്റെ മഗ്രിബിൽ നിന്നുള്ള ഉദയത്തിന് ശേഷം ജനങ്ങൾ താമസിക്കും 120 വർഷം. ആ 120 വർഷം എന്നാൽ വേഗം തീരും. പിന്നെ ഈ ദുഷ്ടജനങ്ങളല്ലേ പല ഭാഗത്തും ഇങ്ങനെ നടക്കുന്നത്, എല്ലാ ഭാഗങ്ങളിലും. അപ്പൊ പിന്നെ തുടരെ അടയാളങ്ങൾ വരും. ഭൂമിയൊക്കെ മൊത്തം കാലിയാകുന്ന രൂപത്തിൽ, ഖറാബാകുന്ന രൂപത്തിലേക്കാണ് പിന്നെ പോകുക. അങ്ങനെ ഖറാബായി കൊണ്ടിരിക്കുമ്പോ കഅബ മാത്രമല്ല, മദീനയും വലിയ വലിയ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഖറാബാകും. അവിടെ പിന്നെ മുഅ്മിനീങ്ങളില്ലല്ലോ നോക്കാൻ. പിന്നെ ആ മുഅ്മിനീങ്ങളൊക്കെ കാലിയായിട്ടുള്ള ഒരവസ്ഥ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, യുഖർരിബുൽ കഅബത ദുസ്സബീഖതൈൻ. ഹദീസിൽ കാണാം 2 ചെറിയ കാലുള്ള ആൾക്കാർ. അതാണ് ദുസ്സബീഖതൈൻ എന്നർത്ഥം. വലിയ കാലല്ല, ചെറിയ കാലുള്ള ആൾക്കാർ. ബാക്കി കുറച്ച് വലുപ്പുണ്ടാവും, കാല് മാത്രം കുറച്ച് ചെറുപ്പുണ്ടാവും. ദുസ്സബീഖതൈൻ അവരുടെ കാലിന് കൊടുത്തൊരു അടയാളാണ്. അവര് പുറപ്പെടും മിനൽ ഹബശതി, ഹബശയിൽ നിന്ന്, എത്യോപ്യയിൽ നിന്ന്. എന്നിട്ട് ആ കഅബയുടെ കിസ്വ അവര് വലിച്ചൂരും.
അതിന്റെ ആഭരണങ്ങളൊക്കെ, ആ കഅബയിലുള്ള നല്ല നല്ല വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ അവർ ഊരി വലിച്ചെറിയും. എന്നിട്ട് യദ്രിബു അലൈഹാ ബിമസഹാത്തിഹി, അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങളെ കൊണ്ട് ഓരോ ഭാഗവും പൊളിച്ചു മാറ്റും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അതേ രൂപത്തിൽ തന്നെ പരിശുദ്ധമായ മദീനയിലും ആളൊഴിഞ്ഞ രീതിയാണ്. മുഅ്മിനീങ്ങൾ ഒന്നുമില്ല, അവരൊക്കെ പല ഭാഗത്തേക്കും പുറപ്പെട്ടു. പിന്നെ മദീനയിൽ കുറഞ്ഞ ആളുകൾ അങ്ങനെ ശേഷിക്കും. അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, ആ മദീനയിലുള്ള ആളുകൾ പല ഭാഗത്തേക്കും ലാസ്റ്റ് ഘട്ടത്തിൽ യാത്ര തിരിക്കും. കുറെ ആളുകൾ ഷാമിലേക്കും മറ്റൊക്കെ. പിന്നെ മദീന ഇങ്ങനെ കാലിയായ ഒരു രൂപത്തിൽ നിൽക്കും. പിന്നെ അവിടെ ആരാ ഉണ്ടാകുക? അവിടെ കാര്യമായിട്ട് ആരുണ്ടാകൂല. മറ്റു ജീവജാലങ്ങളൊക്കെ ഉണ്ടാകും പല ഭാഗങ്ങളിലായിട്ട്. മുഅ്മിനീങ്ങളൊന്നുമില്ല, അവർ പല ഭാഗത്തേക്കും തിരിഞ്ഞു. കുറെയുള്ള മുഅ്മിനീങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ യമനിൽ നിന്ന് വന്ന കാറ്റോടുകൂടെ അവസാനിച്ചു. സുബ്ഹാനല്ലാഹ്. പിന്നെ ദുഷ്ടജനങ്ങളിൽ ഉണ്ടാകുന്ന അരാജകത്വങ്ങൾക്ക് കയ്യും കണക്കൂല. എല്ലാ അനാവശ്യങ്ങളും എല്ലാ വിഷയങ്ങളും അവരിൽ ഉണ്ടാകും. അങ്ങനെ പിന്നെ അവരും ലാസ്റ്റ് ഘട്ടത്തിൽ ഭയപ്പാടോടെ നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതാണ് ഇദ ശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ ലുഹൂഷു ഹുശിറത് വഇദൻ നുഫൂസു സുവ്വിജത്. ഈ ആറെണ്ണവും സൂറിൽ ഊത്ത് വരുന്നതിന്റെ മുന്നോടിയായി നടക്കുന്നത്. ഹാഫിദ് ബിൻ കസീർ പറഞ്ഞു, അങ്ങാടിയൊക്കെ തുടങ്ങിയ ആളുകൾ ഇങ്ങനെ സജീവായി വസ്തുക്കളൊക്കെ എടുത്തു വെച്ച് കച്ചവടക്കാരൊക്കെ ഇങ്ങനെ കച്ചവടം ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സൂര്യൻ കിട്ടും. ഇത് ശംസു കുവ്വിറത്ത്, സൂര്യഗോളം ചുരുട്ടപ്പെടാൻ അങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്ന് കുറച്ച് ഇങ്ങനെ വന്നത് പിന്നെ കാണില്ല. നമ്മൾ സാധാരണ ഒന്നിങ്ങനെ കത്തിയിട്ട് പിന്നെ തീരെ കത്താത്ത പറയുമ്പോ നമ്മൾ പറയില്ല, ഒരു ലൈറ്റ് ഇങ്ങനെ കത്തി ആണ് മിന്നി, അത് പീസായിട്ടോ എന്ന് പറയില്ല. ഒരു കത്തൽ കത്തിയിട്ട് നിന്നാൽ ഇതേ രൂപത്തിൽ അങ്ങാടികളൊക്കെ തുറന്ന് സജീവമായി നിൽക്കുമ്പോൾ അപ്പൊ എല്ലാവരും ഭയപ്പാടോടെ വീട്ടിലേക്ക് ഓടുമ്പോ ഈ സൂര്യഗോളം ചുരുട്ടപ്പെട്ടാൽ പിന്നെ അടുത്ത് പറഞ്ഞ വൈദൻ നുജൂമും കദറത്ത്, നക്ഷത്രങ്ങളൊക്കെ താഴോട്ട് വീഴാന്നാണ്. നക്ഷത്രങ്ങൾ താഴോട്ട് വീഴുന്നത് യഥാർത്ഥ ആ രൂപത്തിലുള്ള നക്ഷത്രം അല്ല. അതിന്റെ പ്രകാശവും അതിന്റെ ചൂടും ഒക്കെ ശമിച്ച ശേഷമാണ്. എന്നിട്ട് തന്നെ അത് ഭൂമിയിലേക്ക് വീഴുമ്പോ ഗർത്തങ്ങൾ സംഭവിക്കുന്നതാണ്. ചെറുതല്ല, വലിയ ഗർത്തങ്ങൾ സംഭവിക്കും. അപ്പൊ അത് കാട്ടിലേക്കും മറ്റൊക്കെ വീണാൽ എന്ത് ചെയ്യും? കാട്ടിലുള്ളവരൊക്കെ നാട്ടിലേക്ക് വീഴും. അതാണ് വൈദൽ റുഹൂഷു ഹുശിറത്ത്. കാട്ടിലുള്ള ജീവികളൊക്കെ മുറ്റത്ത്, അതൊക്കെ പേടിച്ച് നിൽക്കാണ്. സിംഹത്തിനെ കാണും, സിംഹത്തിനെ തൊട്ടിട്ടൊന്നും ഒരു പ്രശ്നമില്ല, ഉന്തിയിട്ടും പ്രശ്നമല്ല, വലിച്ചിട്ടും പ്രശ്നമല്ല. പൊരന്റെ ഉള്ളിലേക്ക് കയറി വെക്കുമ്പോ ഒരു ഭാഗത്ത് പുലി ഉണ്ടെങ്കിൽ നിൽക്കുന്നു. ഇയാൾ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചൊന്ന് പുലിക്ക് യാതൊരു കുഴപ്പമില്ല, ഇയാളൊന്നും വേണ്ട പുലിക്ക്. എല്ലാരും ബേജാറിലാണ്. കാരണം കാട്ടിൽ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോ കാട്ടിലുള്ളൊക്കെ നാട്ടിലേക്ക് വരികയാണ് പേടിച്ചിട്ട്. അപ്പൊ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വീട്ടിലേക്ക് പോയേക്കുമ്പോ വീട്ടിൽ ഇവരൊക്കെ ഉണ്ട് എല്ലാരും. മുറ്റത്തൊരു കൂട്ടാൾക്കാർ ആന നിൽക്കുന്നു. ആനക്കൊന്നും യാതൊരു പ്രശ്നമില്ല, ആനക്ക് ഭയപ്പാടില്ല. സാധാരണ ആന കാണുമ്പോ പേടിയോടെ പോകുന്ന ആൾക്കാർ അന്ന് മുന്നിലും പിന്നിലും അതിന്റെ തുമ്പിന്റെ ഉള്ളിലൂടെ പോയിട്ട് ഒന്നും കാണിക്കുന്നില്ല, പേടിച്ച് വല്ലാതെ പേടിയിൽ നിൽക്കാം. കാട്ടിലെ ജീവികളൊക്കെ നാട്ടിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ. വൈദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങൾ മുഴുവനും യഥാർത്ഥ അതിന്റെ ആണിക്കല്ലൊക്കെ ഇങ്ങനെ ഉയർത്തിയിട്ട് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സ്വഭാവം ഇങ്ങനെ നേരെ കണ്ടാൽ അങ്ങനത്തെ ഒരു അവസ്ഥ ആളുകൾ കാണുമ്പോ എങ്ങനെ ഉണ്ടാവും? ഇപ്പോഴുള്ള ഈ പർവ്വതങ്ങളുടെ ആണിക്കല്ലായ കല്ല് ലാസ്റ്റ് അതിന്റെ അടിയിൽ നിന്ന് അല്ലാഹു തആല ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് കൂട്ടിമുട്ടിക്കാം. അന്തരീക്ഷത്തിൽ കൂട്ടിമുട്ടി റെഡിയാക്കി പിന്നെന്താ മാറുന്നത്? ഫകാനത്ത് ഹബാഅൻ മുംബസ. അതൊക്കെ പൊടിപടലങ്ങളായിട്ട് ഇങ്ങനെ പറക്കുകയാണ് വലിയ വലിയ പർവ്വതങ്ങളൊക്കെ. അപ്പോഴൊക്കെ എങ്ങനെ ഉണ്ടാവും അവസ്ഥ? വൈദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രങ്ങൾ മുഴുവനും കത്തിക്കപ്പെടുന്ന അവസ്ഥ. സമുദ്രം കത്തും. സമുദ്രത്തിൽ കത്താൻ വല്ലതുണ്ടോ? അല്ലേ? പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എവിടെ? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്ര ഉണ്ട്? അത് താഴ്ന്ന് മേലോട്ട് വന്നാൽ മുഴുവനും കത്തുകയാണ്.
വൈദൽ ഇശാറു ഉത്തിലത്, 10 തികഞ്ഞ ഒട്ടകത്തെ നോക്കാൻ ആളില്ലാത്തൊരവസ്ഥ. സാധാരണ ഒപ്പം നോക്കൂലെങ്കിലും പ്രസവിക്കാനാകുമ്പോൾ നോക്കും, കാരണം കുറച്ച് കഴിഞ്ഞാൽ പാല് കിട്ടുമല്ലോ, ഒരു കുട്ടിയും കിട്ടുമല്ലോ എന്നുള്ള തികഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ആർക്കും വേണ്ട, സമ്പത്തൊന്നും ആർക്കും വേണ്ട. ആളുകളൊക്കെ ഒരവസ്ഥയിലേക്ക് മാറി. പിന്നെ അതാ സൂറിലൊരു ഊത്ത് നടക്കുന്നു. ഉടനടി ആളുകളൊക്കെ ഖറാബാകുന്നു, എല്ലാം തീരുന്നു. രണ്ടാമത്തെ ഊത്തോടുകൂടെ ആദ്യം ഒന്ന് എല്ലാ ആളുകളെയും ഒന്ന് സ്തംഭിപ്പിക്കുന്ന രൂപത്തിലൊന്ന്, രണ്ടാമത്തത് ചലനമറ്റ രീതിയിൽ മുഴുവൻ ആളുകൾ, ഭൂമിയൊക്കെ കാലിയായി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇതിനൊക്കെ കഴിഞ്ഞു. ആകാശത്തിലും ഭൂമിയിലുള്ള ആളുകളൊക്കെ ഒരബോധാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഓരോ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും കഴിഞ്ഞ് ചരമമടഞ്ഞ് ചലനമറ്റ് കിടക്കുകയാണ്. പിന്നെ അടുത്തൊരു ഊത്ത് ഊതുമ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ പരസ്പരം നോക്കുന്ന ഒരവസ്ഥ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളും അതിന്റെ ചിത്രങ്ങളൊക്കെ വല്ലാത്ത പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ ലോകാവസാനത്തിന്റെ ഭാഗങ്ങളായി ഇവിടെ നടക്കാനിരിക്കുന്നു. അതിന്റെ വലിയ അടയാളങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ നമ്മളൊന്ന് എണ്ണിപ്പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ അല്ലാഹു തആല സലാമത്താക്കി തരട്ടെ. എല്ലാ ഘട്ടത്തിലും അല്ലാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. മദീന മുനവ്വറയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മദീനയിൽ വന്ന് താമസിച്ച് അവിടെ മരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മനിസ്തത്വാഅ അൻ യമൂത ബിൽ മദീനതി ഫൽയമുത് ബിഹാ, മദീനയിൽ മരിക്കാൻ കഴിയുന്നവരൊക്കെ മദീനയിൽ വഫാത്താകണം. ഫഇന്നി അശ്ഫഉ ലിമൻ മാത ബിഹാ, അവിടെ വഫാത്താകുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മദീനക്കാർക്ക് നേരത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരാണ്. കാരണം അവരോട്, സ്വന്തം നാട്ടുകാരോട്, നാട്ടിൽ കിടക്കുന്നവരോട് തങ്ങൾക്കൊരു പ്രത്യേക ആഭിമുഖ്യവും ഒരു സന്തോഷവും മറ്റൊക്കെ ഉണ്ടാകും. അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ, മദീനയിലാണ് ഞാൻ കിടന്നത് എന്ന് പറയുമ്പോ പ്രത്യേക താല്പര്യം ഉണ്ടാകും. മദീനയിൽ തന്നെ മറവ് ചെയ്യണമെന്ന് വാശി പിടിച്ചല്ലോ ബഹുമാനപ്പെട്ട ബീവി നഫീസ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ കുറെ ആളുകൾ രണ്ട് പക്ഷമായി. നഫീസ ബീവി വഫാത്തായപ്പോ മിസ്റുകാര് പറയുന്നു മിസ്റിന്ന് വിട്ട് കൊടുക്കും പോകാൻ പറ്റൂല. പക്ഷെ നഫീസ ബീവി റളിയല്ലാഹു അൻഹ വളർന്നതൊക്കെ മദീനയിലാണ്, സയ്യിദത്താണ്, ബീവിയാണ്, തങ്ങളുടെ കുടുംബത്തിൽ പേരക്കുട്ടിയാണ്. അപ്പൊ മദീനയിൽ താമസിച്ചു കുറെ കാലം മദീനയുമായി ഓരം പറ്റിക്കൂടിയ ബീവി നഫീസ റളിയല്ലാഹു അൻഹ മിസ്റിലേക്ക് മാറി താമസിച്ചു ഭർത്താവിന്റെ കൂടെ. മിസ്റുകാര് മഹദിയിൽ നിന്ന് കണ്ട അത്ഭുതങ്ങളും അസാധാരണത്വങ്ങളും ബറക്കത്തുകളൊക്കെ ഉദ്ദേശിച്ച് ബീവി ഇവിടെ തന്നെയാണ് കിടക്കേണ്ടത് എന്ന് അവര് ഈ രണ്ട് പക്ഷമായി ഇങ്ങനെ നിൽക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുത്ത തീരുമാനമാണ് മിസ്റിൽ തന്നെ നിൽക്കട്ടെ. കാരണം മിസ്റുകാർ അത്രയും ആഗ്രഹിച്ചു, ആശിച്ചു. ലാസ്റ്റ് ഘട്ടം അവിടെ അല്ലേ ഉണ്ടായിരുന്നത്, കൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ. കുറെ കുടുംബക്കാരും ബന്ധപ്പെട്ടവരൊക്കെ മദീനയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു. മിസ്റുകാർക്ക് ഒരു സന്തോഷത്തിന് അവിടെ കിടക്കാനാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ നിർദ്ദേശം. നമ്മൾ പറഞ്ഞു വന്നത്, ആ മദീനയോട് ഓരം പറ്റി ജീവിക്കുന്ന ആളുകൾക്ക്, താമസിക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം ശരിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. അവസാന നാളില് മദീന വിട്ട് പല ഭാഗത്തേക്കും ആളുകൾ പോകുമ്പോ തങ്ങൾ പറഞ്ഞു, മദീനയാണ് അവർക്ക് ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം. പക്ഷെ അവരത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ പോകൂല. അവര് മറ്റു നാടുകളിലേക്കൊക്കെ പോകുന്നത് പല വിഷയങ്ങളും കണ്ടിട്ടായിരിക്കും. മദീനയാണ് അവർക്ക് ഖൈർ, ലൗ കാനൂ യഅലമൂൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ആ മദീനയിൽ തന്നെ നിന്ന് പുറത്ത് പോയി താമസിച്ചിട്ടും ഞാൻ ഇനി മദീനയിൽ തന്നെ നിൽക്കുകയാണ് എന്ന് തീരുമാനിച്ച് മദീനയിൽ ജീവിതാവസാനം വരെ കഴിഞ്ഞുകൂടിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു. ആദ്യം പോയി താമസിച്ചത് കൂഫയിലായിരുന്നു.
കൂഫക്കാർക്ക് വല്ലാത്ത സ്നേഹമുള്ള നേതാവായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ മഹാനവറുകൾ കൂഫക്കാരോട് പറഞ്ഞു, ഞാനിവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ മദീനയിലേക്ക് തന്നെ പോവാണ്. തിരിച്ച് മദീനയിലേക്ക് തന്നെ വന്നു. ജന്നത്തുൽ ബഖീൽ മഹാനവറുകൾ അന്തിയുറം. അവിടെയുള്ള സിയാറത്തിനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചുരുക്കി പറഞ്ഞതാണ്, 4-5 വിഷയങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂട്ടി ചെറിയ രൂപത്തിൽ പറഞ്ഞതാണ്. വിശദമായുള്ള പഠനങ്ങൾ ഇനി ലഭിക്കുന്ന സമയത്ത് നമ്മളതൊക്കെ സ്വീകരിക്കണം. ഇനിയും കൂടുതൽ ഈ വിഷയ സംബന്ധിയായി നമ്മൾ പഠിക്കണം. പല തവണ ഓർമ്മപ്പെടുത്തിയതുപോലെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ആഖിറവുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ നന്നായി നമ്മൾ സ്വീകരിക്കണം. നമ്മളൊക്കെ പോയി എല്ലാവരും കിടക്കുന്ന 1 അടി മണ്ണുണ്ട് ഓരോരുത്തർക്കും. ആ 6 അടി മണ്ണിൽ നല്ല സുഖത്തോടെ കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിവിടെ ഒരുമിച്ചുകൂടി, വരയിൽ പോയി ഒരുമിച്ചുകൂടി, കൂട്ടുകാരില്ലാതെ, കുടുംബക്കാരില്ലാതെ, സുഹൃത്തുക്കളില്ലാതെ, ആരുമില്ലാതെ നിൽക്കാൻ കഴിയില്ലല്ലോ ഈ ദുനിയാവിൽ എല്ലാവർക്കും. പക്ഷേ എല്ലാ ആളുകൾക്കും എപ്പോഴും കൂടെ കൂട്ടുകാരുണ്ടെങ്കിലും ഓരോ കൂട്ടുകാരും വേർപിരിയാതിരിക്കൂല. എല്ലാ കൂട്ടുകാരും വേർപിരിയും. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എപ്പോഴും പാടി നടന്നിരുന്ന ഒരു പാട്ടാണ്. എപ്പോഴും മഹാനവറുകൾ പാടും, ലികുല്ലി ജിത്തിമാഇൻ മിൻ ഖലീലൈനി ഫിർഖത്തുൻ വകുല്ലുൽ ലദീ ദൂനൽ ഫിറാഖി ഖലീലു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വേർപിരിഞ്ഞപ്പോഴും അലി റളിയല്ലാഹു അൻഹു പാടി, ലികുല്ലി ജിത്തിമാഇൻ മിൻ ഖലീലൈനി ഫിർഖത്തുൻ. 2 അടുത്ത കൂട്ടുകാർ, എത്ര അടുത്ത ചങ്ങാതികളാണെങ്കിലും അവർക്കുമുണ്ടൊരു പിരിയൽ. നമ്മളെല്ലാവരും നമ്മുടെ പ്രിയതമകളെ പിരിയും, മക്കളെ പിരിയും, കുടുംബക്കാരെ പിരിയും, കൂട്ടുകാരെ പിരിയും, എല്ലാവരും പിരിയും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നഫ്തിഖാദി ഫാത്തിമത ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർപിരിഞ്ഞപ്പോ പിന്നെ ഞാൻ സന്തോഷിച്ചു. ഫാത്തിമ ബീവി ഉണ്ടല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നടത്തം കണ്ടാൽ അതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം. സ്വഹാബത്ത് പറയാറുണ്ട്, വകാനത്ത് ലാ തുഖ്തിഉ മിശിയതുഹാ മിൻ മിശിയത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിന്റെ അതേ നടത്തം, നബിതങ്ങൾ നടക്കുന്നത് കാണുന്നു, ഫാത്തിമ ബീവി നടക്കും പോലെ തന്നെ. ഫാത്തിമ ബീവിന്റെ നടത്തം കണ്ടാ തങ്ങളെ നടത്തം ഓർമ്മ വരും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വല്ലതും സംസാരിക്കുമ്പോ തങ്ങൾ സംസാരിക്കാണെന്ന് തോന്നും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സമാധാനിച്ചിരുന്നു, വല്ലാതെ സന്തോഷിച്ചിരുന്നു. ഫാത്തിമ ബീവി കൂടെയുണ്ടല്ലോ എന്നൊരു സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വേർപാട് സഹിച്ചത് ഫാത്തിമ ബീവി കൂടെയുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, തങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീവിയും വിട്ടുപിരിഞ്ഞപ്പോ ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. ഒരു കൂട്ടുകാരനും ഒരു കാലത്തും നിലനിൽക്കൂല. എത്ര കൂട്ടുകാര് പിരിഞ്ഞുപോയി സഹോദരങ്ങളെ, സഹോദരിമാരെ. കൂട്ടുകാര് ഓരോരുത്തരും പിരിഞ്ഞു പോകുമ്പോ നമുക്കത് അല്ലാഹു വലിയ തെളിവായി തരികയാണ്. ഇനി നിന്നെ ഒരാൾ കൂട്ടുകാരനാക്കി ചേർക്കും, അയാളും പിരിയും, നീയും പിരിയും. പിന്നെ ഒരു കൂട്ടുകാര് വരും, അയാളും പിരിയും, നീയും പിരിയും. എത്ര ആളുകളുമായി കൂടുകെട്ടിയാലും എല്ലാവർക്കും ഒരു ഫിറാഖുണ്ട്. ആ ഫിറാഖ് അല്ലാഹു നമുക്ക് നന്നാക്കി തരട്ടെ. ലാസ്റ്റ് ഘട്ടം നന്നാകാൻ നമ്മൾ അവലംബിക്കേണ്ടത്, മുറുകെ പിടിക്കേണ്ടത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. തങ്ങളോടുള്ള ഹുബ്ബിനാൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാകണം. അവിടുത്തെയോടുള്ള ഇത്തിബാഅ് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ ചേർക്കണം, എല്ലാ ഘട്ടങ്ങളിലും ചേർക്കണം. നമ്മുടെ ചലന നിശ്ചലനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഓരോ രൂപഭാവങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ നിയലിക്കണം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, തങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത്, ഏറ്റവും കൂടുതൽ ചൂടായിരുന്നത് സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, സ്വന്തം ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളോടും ഒരിക്കലും തങ്ങൾ പ്രതികാരമെടുത്തിട്ടില്ല. തങ്ങൾ ഏറ്റവും കൂടുതൽ കുടുംബത്തോടാകട്ടെ, ഭാര്യയോടാകട്ടെ, കുടുംബക്കാരോടാകട്ടെ, സമൂഹത്തോടാകട്ടെ തങ്ങൾ ക്ഷോഭിച്ചിരുന്നത്, ദേഷ്യപ്പെട്ടിരുന്നത് ലിവജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ വല്ല ചിഹ്നങ്ങളെയും വല്ല നിയമങ്ങളെയും ഭേദഗതി വരുത്തുമ്പോ
അവിടുത്തെ മുഖം വിവർണമാകും, അവിടുത്തെ ഭാഷയിൽ മാറ്റം വരും, നിൽപ്പിൽ മാറ്റം വരും. മുഖത്തേക്ക് നോക്കുമ്പോഴേക്ക് സ്വഹാബത്തിനത് മനസ്സിലാകും. അതേ സമയത്ത് സ്വന്തം ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞാളെ മുഖത്തേക്ക് തങ്ങൾ നോക്കുമ്പോ ദേഷ്യത്തോടെയോ അമർഷത്തോടെയോ അവന് വല്ല ലഅനത്തും പറഞ്ഞോ നോട്ടമില്ല. സിഹ്ർ ചെയ്തില്ലേ ലബീദ് എന്ന് പറയുന്ന യഹൂദി, ആ യഹൂദിക്കും തങ്ങൾ വിട്ടുവീഴ്ചയാണ് നൽകിയത്. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ ഏതെങ്കിലും ഒരു ശിആർ, എവിടുന്നെങ്കിലും ആരെങ്കിലും മാറ്റം വരുത്തുന്ന രൂപഭാവങ്ങൾ കണ്ടാൽ അവിടെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. നേരെ മറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന രംഗങ്ങൾ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ഏതും ത്യജിക്കണമെന്നും സഹിക്കണമെന്നും എന്നിട്ട് എല്ലാം സംഭരിക്കണമെന്നും. ദീൻ എങ്ങനെയായാലും പ്രശ്നമില്ല, എന്റെ മകനും എന്റെ മകളും എന്റെ സമ്പാദ്യ വസ്തുക്കളാണ്. രക്ഷിതാക്കൾ ഇന്ന് ചിന്തിക്കുന്ന ചിന്ത അതാണ്, അപകടം നിറഞ്ഞ ചിന്തയാണ്. എന്റെ മകൻ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്റെ മകള് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, അവള് കുറെയൊക്കെ പഠിച്ച് കുറെ സ്ഥാനമാനങ്ങളുള്ള പെണ്ണാണല്ലോ. ആ ഒരു വിധാനത്തിൽ മാത്രം നിന്ന് ചിന്തിക്കുമ്പോ യഥാർത്ഥത്തിൽ നമുക്ക് സ്വത്തായുള്ള ഈ കഴമ്പുകൾ നഷ്ടമാവുകയാണ്. ഈ നമ്മുടെ സമ്പാദ്യം നമുക്ക് നഷ്ടമാവുകയാണ്. അവരിലൂടെ വിലയിരുത്തേണ്ടത് അള്ളാഹുവിന്റെ ദീനിനെയാണ്. അവരിലൂടെ സന്തോഷം കിട്ടേണ്ടത് അവർ ദീനിയായിട്ട് എത്ര മുന്നോട്ടുണ്ട്, എത്ര നന്നായിട്ടുണ്ട്, എത്ര സ്വഭാവത്തിലുണ്ട്. ആ ഒരു രൂപഭാവത്തിൽ ചിന്തിക്കാനാണ് രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടത്. മകൻ എങ്ങനെയെന്ന് ചോദിക്കുമ്പോ അവന്റെ ജോലിയും കാര്യങ്ങളും വിഷയങ്ങളും മാത്രമാണ് മുൻപന്തിയിലുള്ളത്, ചർച്ചയിലുള്ളത്. അതേ സമയത്ത് ദീനിയായ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച ഇന്ന് പിറകോട്ടാണ്. ആ ചർച്ചയിൽ നിന്ന് ആളുകൾ മുഖം തിരിഞ്ഞു നടക്കുകയാണ്. ഭൗതികതയാണ് ആളുകളെ പിടികൂടുന്നത്. വല്ലാത്ത സങ്കടമുണ്ട് ഈ വിഷയം പറയുമ്പോ. നീണ്ട് സംസാരിക്കണം. പറയട്ടെ സഹോദരങ്ങളെ, മക്കളെ ദുരുപയോഗം ചെയ്യരുത്. മക്കളിലൂടെ ദുന്യാവിന്റെ കണ്ണ് മാത്രം കാണരുത്. മക്കളിലൂടെ ദീന് കാണണം. മക്കളിലൂടെ സംസ്കാരം ഉയർന്നു വരണം. മക്കളിലൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെട്ടു വരണം. ആ തരത്തിൽ ശിആറിലായി മക്കളെ വളർത്തണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ബാപ്പ ഉമ്മമാർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നിലക്കാണ് വളർത്തുന്നതെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും മഹ്ശറിലെത്തിയാലും ഏത് ഘട്ടങ്ങളിലെത്തിയാലും നമുക്ക് നിറഞ്ഞ സന്തോഷമാണ്. അതേ സമയത്ത് ദുനിയാവിന്റെ സമ്പാദനത്തിന് വേണ്ടി മാത്രം അവരെ ഉപയോഗപ്പെടുത്തി അവരെ ദീന് നോക്കിയില്ല, അവരെ ഇസ്ലാം നോക്കിയില്ല, അവരെ ആത്മീയത നോക്കിയില്ല, അവരെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊന്നും നോക്കിയില്ല. ചെറിയ രൂപത്തിലല്ല, വലിയ രൂപത്തിൽ തന്നെ നോക്കേണ്ട നിസ്കാരമോ നോമ്പോ ഹജ്ജോ വൈവാഹിക ജീവിതമോ മറ്റു സ്നേഹബന്ധങ്ങളോ ഒന്നും നോക്കാതെ ദുനിയാവിന്റെ ഒരു തൊഴിലും അതിന്റെ ഒരു സമ്പാദ്യ മാർഗവും അതിന്റെ ചർച്ചയും മാത്രമായി കഴിയുന്ന സമൂഹം ഇന്ന് പെരുത്തധികരിച്ചു വരുന്നു. നിങ്ങൾ ചോദിച്ചു നോക്കൂ, പുതിയാപ്പിളമാരെ പറ്റി ആളുകൾ നേരെ പറയുന്നത് ഒരു പുതിയാപ്പിള മറ്റേ കമ്പനിയിലാണ്, ഒരു പുതിയാപ്പിള അവിടെ അങ്ങനെയാണ്, മറ്റേ പുതിയാപ്പിള ഇവിടെ എങ്ങനെയാണ്. പഴയ കാലത്തെ ചർച്ച ഇങ്ങനെയല്ല. അവരോട് ചോദിക്കുമ്പോ അവര് പറയും പുതിയാപ്പിള നല്ല ആളാണ്, ഓൻ 5 വക്ത് നിസ്കരിക്കും, ഓന് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലാസ്റ്റാണ് പറയാ. എന്നല്ല, ഇനി ജോലി ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല, ഓ നല്ലോനാണ് എന്ന് ആൾക്കാർ പറയും. എന്നോ ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഓൻ എത്ര മോശക്കാരനാണെങ്കിലും ശമ്പളമുള്ള ജോലി ഉണ്ടോ, ആ കുട്ടീനെ കെട്ടിച്ചു കൊടുക്കാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്നത്തെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അവിടെയാണ്. ഓനെ പറ്റി കല്യാണമൊക്കെ കഴിഞ്ഞ് അന്വേഷിച്ച് നോക്കുമ്പോ നല്ല സമ്പാദ്യമുള്ള ആളാ. എന്താ 10 ബാർ നടത്തുന്നു, 10 ബാർ നടത്തുന്നുണ്ട്. ആര്? ഈ നാട്ടിലെ ആചാര്യ പുയ്യാപ്പിള. സുബ്ഹാനല്ലാഹ്. പിന്നെ അയാളെ ഭാഷ എന്താന്നറിയോ? ആ വിഷയം ആരും ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയരുത്. ഇനി ആരും പറയാതിരുന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുമ്പോ പഠിച്ചോ പോലും അറിയില്ല, ആരും പറയരുത്, വിഷയമൊന്നും പറയരുത്, അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ. അവർക്ക് ജീവിതത്തിന്റെ മാർഗമല്ല, അങ്ങനെ പോയിക്കോട്ടെ. ഒരു വേള ചിന്തിക്കും.
പഴയ കാലത്ത് നോക്കി നിങ്ങൾ, കൂലിപ്പണി എടുത്താലും ശരി, എന്ത് ചെറിയ പണി എടുത്താലും ശരി, ആളുകളുടെ അന്വേഷണം എന്താണെന്നറിയാം? ഓന് ദീനെങ്ങനെയാന്ന് ആൾക്കാർ ചോദിക്കുക. കൂടെ ജോലി എടുക്കാണ്ട് ചോദിക്കും, എങ്ങനെയുണ്ട്? നമ്മള് ചെറിയൊരു അന്വേഷണം നടത്തുന്നു. പോരോ, മൂപ്പര് കാരണം ഞാനും കൂടി നിസ്കരിക്കുന്നതെന്ന് പറയാം. അന്ന് അയാള് കാരണമായിട്ട് ഞാനും കൂടി നിസ്കരിക്കുന്നത്. നമ്മള് തെരയാൻ പോയ ആള്, അയാള് കാരണമായിട്ടാണ് ഞാനും കൂടി നിസ്കരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് അങ്ങനെയാ. ഇന്ന് ആ ഭാഗം ചോദ്യേയില്ല. അവള് കാണാനൊക്കെ നല്ല കോലുണ്ട്, ഒരു ഹിമാറും നല്ല കാണാനൊക്കെ നല്ല കോലുണ്ട്, ചുരുക്കുണ്ട്, ഉഷാറുണ്ട്. പിന്നെ അടുത്ത ചോദ്യം എന്താ ജോലി? എന്താ ജോലി? അതൊക്കെ നല്ല ബിസിനസ് ആണ്. അവിടെ ഗൾഫിലല്ല ബിസിനസ്. എന്താ ബിസിനസ്? നല്ല ശമ്പളമുള്ള ബിസിനസ്. ആ, ശമ്പളമുള്ള ബിസിനസ്സാണ്. 2 മാസം ഒരു 1-1.5 ലക്ഷം. നവീനെ ജീവിക്കാലോ, അല്ലെങ്കിൽ നമ്മളെ കടം വിട്ട് അതെടുത്തിട്ട് ഉപയോഗിക്കാം, സുഖാണ്. ആ ഒരു വേക്കൻസി കൂടി കരുതിയിട്ട് ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോ അപ്പയാണ് അറിയുന്നത്, നിങ്ങളെ മോളെയാൾ കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് വേറെ കിട്ടിയില്ല. എന്താ കുഴപ്പം? എനിക്ക് ജോലി ഉണ്ടല്ലോ. ആ മോശം കാക്കാനോട് അന്വേഷിക്കാൻ വന്ന ആൾക്കാർ, നാടും പേരൊന്നും പറയണ്ട, അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്, കൂടുതൽ പറയാൻ കഴിയില്ല. ഇത്രയും തോന്നുന്ന അനുഭവങ്ങളുണ്ട് പലരും പറഞ്ഞിട്ട്. ലാസ്റ്റ് ഇങ്ങനെ വന്ന് കണ്ണീരൊന്ന് ദ്വാരക്കാൻ പറഞ്ഞാൽ ദ്വാരക്കാൻ കഴിയും. നമ്മളെല്ലാത്തിനും ഇങ്ങനെ ദ്വാരക്കാൻ നിൽക്കുക. ഒരു ചെടിനൊക്കെ വേറെ പണിയൊന്നുമില്ല, അല്ല വേറെ ദ്വാരക്കാനൊന്നുമില്ല ഇവിടെ. ഇവരങ്ങനെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ജോലി മാത്രം നോക്കി കെട്ടിച്ചൊക്കെ ദ്വാരക്കാൻ നിൽക്കുക. വേറെ പണിയൊന്നുമില്ല ഇവിടെ. ലാസ്റ്റ് ദ്വാരക്കുന്നു ഒന്നും പറയും, ഒന്നേ പറയുള്ളൂ, ദ്വാരക്കാന്ന് പറയാം. വേറെ പണിയൊന്നുമില്ല. ഓലിക്കണ്ട് ജോലി മാത്രം അവലംബിച്ച് കെട്ടിച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ഇയാൾക്ക് എന്താണ് പണി അറിയാം, എന്താ ബിസിനസ് അറിയാം. അയാൾ 10 നിശാ ക്ലബ്ബ് എടുത്തുന്നു. ഇത് വരാനിരിക്കുന്ന കാലത്ത് സൂചിപ്പിച്ചല്ലേ ഞാനിപ്പോ നടക്കുന്ന വർത്തമാന കാലത്തുള്ള സംഭവം ഞാൻ പറഞ്ഞു. എങ്ങനെയാ നമ്മളെ ആൾക്കാരുടെ അവസ്ഥ? അവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരൊറ്റ ഹദീസ് ഓർമ്മപ്പെടുത്തട്ടെ. ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു. പെൺകെട്ട് പറഞ്ഞു വരുന്ന ആളെ ദീനും ഖുലുഖും പൊരുത്തപ്പെടുന്ന ആളാണെങ്കിൽ കെട്ടിച്ചെടുത്തോളൂ. നല്ല വിത്തുണ്ടാവുന്ന, നല്ല മുത്തുമണികൾ വരും, നല്ല സന്തോഷത്തോടെ വരും. നമ്മൾ പറഞ്ഞില്ലേ, ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പങ്കിട്ട് പറഞ്ഞ അതേ നേരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആലോചന കൊണ്ടുവന്നത്. പക്ഷെ തങ്ങൾ അവിടെ പറഞ്ഞൊരു വാക്കാണ് ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ സെലക്ട് ചെയ്തത്. എന്ത്? സമ്പത്തല്ല, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്റെ ഉസാമയെയും സ്നേഹിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്. ആ ഹുബ്ബ് എനിക്ക് കിട്ടണമെന്ന് കരുതിയിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. ഉസാമ റളിയല്ലാഹുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കിയിട്ടില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉസാമ രണ്ടുപേരും സ്വഹാബിയാണ്. പക്ഷെ മുൻതൂക്കം നൽകിയത് മുഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാ മുൻതൂക്കം നൽകിയത്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ നല്ല തറവാട്ടുകാരിയായ സ്ത്രീയാണ്, സഹോദരിയാണ്. ദീനും ഖുലുഖും പൊരുത്തപ്പെട്ട ആൾക്കാർ വരുന്നുണ്ടോ? ഖിതാബ് പറഞ്ഞു കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത പക്ഷം തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, ഭൂമിയിൽ വലിയ ഫിത്നയും ഫസാദും ഉണ്ടാവും. ജനിക്കണ മക്കളൊക്കെ വിദേഹത്തുകാരും മുനാഫിക്കും അങ്ങനെ ഇങ്ങനെയാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടുമായി നിർദ്ദേശിക്കാനുള്ളത്, ദീനും ഖുലുഖും ഉയർത്തിപ്പിടിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ദീനും ഖുലുഖുമാണ്. നമ്മൾ അതാണ് മുഖവിലെടുക്കണം. നമ്മളെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ ഒക്കെ ജീവിതത്തിന് സുഖം തരുന്ന ഒരു ഭാര്യ ദുന്യാവിൽ മാത്രം പോരാ, സന്തോഷം തരുന്ന ഒരു ഭാര്യ ദുന്യാവിൽ മാത്രം പോരാ, അതേ ഭാര്യ ആഖിറത്തിലും വേണം. അതിന് സെറ്റപ്പാക്കി അവരെ വളർത്തണം, സന്തോഷത്തോടെ വളർത്തണം. ദീന് അറിയാത്തത് പഠിപ്പിച്ചും ഉള്ളതിൽ സഹകരിച്ചും അവരെ വളർത്തണം. അവരങ്ങനെ വല്ലതും ദീനിയായിട്ട് മുന്നോട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോ എടങ്കോലാകരുത് എന്നർത്ഥം. ഇപ്പോ എനിക്കിപ്പോ 60 വയസ്സായി, താജ് നിസ്കരിച്ചാൽ കിടന്ന എന്ന് പറയരുത്. 10-30 28 എണീക്കുമ്പോ അങ്ങനെ പറയരുത് സഹോദരങ്ങളെ. അവർക്ക് സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, 10 റക്അത്ത് തങ്ങൾ നിസ്കരിച്ചാല് ഒന്നിങ്ങനെ കൊട്ടും, കാലിനൊരു കൊട്ടും. ആയിഷ റളിയല്ലാഹു അൻഹ പൊതച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ കാലിനൊരു കൊട്ട് എന്തിന്? എനിക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ നേരണ്ട, ലാസ്റ്റ് ഘട്ടത്തിൽ ഒന്ന് നീച്ചൂടി എന്ന് പറയാം. പ്രായം കുറഞ്ഞ എല്ലാ സുഖവും തരുന്ന പെണ്ണൽ അവിടെ കിടന്നോട്ടെ, സുബിയാൻ കൊടുത്തിട്ട് അങ്ങനല്ല. ഒരേലും മരിയം വന്ന മുമ്പ് ഒരാളോട് ഞാൻ ചോദിച്ചു, മരിയം വന്നാലും സുബൈന്റെ മുമ്പ് വിളിച്ചാൻ തീരുണ്ടോ? അപ്പൊ അയാൾ പറയും, ഓൽക്ക് തന്നെ അറിയില്ല നീച്ചണം, പിന്നെ നമ്മൾ വിളിച്ചത് ആക്ക് തീരില്ലാന്ന് മനസ്സിലായോ? അതുകൊണ്ടാണ് ആ മറുപടി പറഞ്ഞത്. ഒരേലും മരിയം വന്നാലും സുബൈന്റെ മുമ്പ് വിളിച്ചാൻ തീരുണ്ടോ? കുളിക്കണമെങ്കിൽ കുളിക്കാനൊക്കെ നേരം വേണ്ടേനാ സുബൈന്റെ മുമ്പ് പറഞ്ഞേ. അല്ല, ആളെന്നും തഹജ്ജുദ് നിസ്കരിച്ചിട്ടുള്ള ആൾക്ക് പറഞ്ഞല്ല, സുബൈ കഥ ഉണ്ടാണ് ആൾക്ക്. അപ്പൊ അയാളെ മറുപടി തിരിച്ച്, സുബൈക്ക് നീക്കണം നോൽക്കറില്ല, നമ്മളെന്തിനാ വിളിക്കണെന്ന്. അതുകൊണ്ട് കാര്യം കഴിയോ? അറിയൂല. ചോദ്യം പെരടിയിൽ വരും. സുബൈന്റെ മുമ്പാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചോണ്ടിയത്. സഹീഹ് ബുഖാരിന്റെ ഹദീസാണ്. അത്ര നല്ല മരുവനാരുള്ളത്. അതുകൊണ്ട് ആ രീതിയിലാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബ് നമ്മുടെ ജീവിതത്തിൽ നേടിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ